ഇപ്പൊ ഈ മുറിയിൽ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ലൈറ്റ് എത്തും. കംസത്തിൽ ഡിപിനെ ടേക്ക് ഡൗൺ ചെയ്യും. UFC മോസ്റ്റ് ഡേഞ്ചറസ്റ്റ് ഫസ്റ്റ് റൗണ്ട് ആരാണ്? എഴുതിക്കൂട്ടി നോക്കുമ്പോ വേണമെങ്കിൽ നടക്കാം. ലെജിറ്റ്, എല്ലാവരുടെയും മുക്കിൽ ലെജിറ്റായി, അടിപൊളിയായി. നോക്കൗട്ട് ആവാമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അങ്കലവിനെ നോക്കൗട്ട് ചെയ്യാൻ പറ്റിയ ഒരു സാധനം പോലെ അലക്സ് കഴിഞ്ഞ ഫൈറ്റ് ചെയ്ത് കണ്ട. ഇലിയ പറഞ്ഞ് ഞാൻ ഷാറൂഖിനെ ഫൈറ്റ് ചെയ്യില്ല, ഷാറൂഖിനെ ഇവിടെ മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇസ്ലാം ഫാൻസിന് വേറൊരു സാധനം കൂടി ഉണ്ടല്ലോ, ഇപ്പൊ പൊളി ഉണ്ടല്ലോ ഓൾറെഡി. 25ാമത്തെ മിനിറ്റില് ലാസ്റ്റ് സെക്കൻഡ് വരെ ഗീവ് അപ്പ് ചെയ്യാത്ത ഫൈറ്ററാണ്. അതിന് ഗീവ് അപ്പ് എന്ന സംഭവം ഇല്ല. എത്ര മണിക്കൂർ ഉറക്കത്തിലാണ് ഇപ്പൊ താങ്കൾ ഇപ്പൊ എക്സിസ്റ്റ് ചെയ്യണത്? ഞാൻ ഒരു 22-24 മണിക്കൂറായിട്ട് ഉറങ്ങിയിട്ടില്ലടാ. അപ്പൊ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു എപ്പിസോഡ്. അപ്പൊ ഇതിൻ്റെ ഇടയിൽ ഞാൻ ചിലപ്പോൾ കിച്ചനെ പോലെ വെള്ളി പറയും. നിങ്ങൾ അതുകൊണ്ട് എന്നോട് എപ്പോഴും പോലെ അല്ല, കുറച്ചും കൂടി താഴ്മയെ ക്ഷമിക്കണം. ചിലപ്പോൾ കുറച്ച് വാക്കുകൾ എന്നെ മറ്റേ ഇടയ്ക്ക് കയറി വരും. ശരിക്കും പറഞ്ഞാ അപ്പൊ ഉറക്കമൊക്കെ ഇല്ലാത്ത കാരണം ഹംസത്തിന് പകരം DDP ജയിക്കുന്നൊക്കെ പറയോ? അങ്ങനെയൊന്നും പറ, ഡിലൂഷണാവൂല. ഡിലൂഷനല്ല, അങ്ങനെ തിരിയൂല. ഇപ്പൊ ഞാനിപ്പോ ഉറക്കൂല്ലെന്നും പറഞ്ഞ് മെസ്സിയാണ് റൊണാൾഡോയിലും ബെറ്ററൊന്നും ഞാൻ പറയാൻ പോണൊന്നുമില്ല. അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത്. പക്ഷെ എൻ്റെ ഈ 24 മണിക്കൂറുടെ ഉറങ്ങിയിട്ടില്ല. കുറച്ച് വെള്ളിത്തരം വരും സാധാരണ കൂടുതലായിട്ട്. അപ്പൊ നിങ്ങൾക്കൊന്ന് ക്ഷമിക്കുക. ഞങ്ങൾക്ക് ഇത് എന്തൊക്കെയാണ് പറയാൻ പോണെന്ന് ഷോർട്ടായിട്ട് പറയാം തന്നെ. കാരണം അപ്പൊ നിങ്ങൾക്കൊന്നും അറിയാൻ പറ്റുമല്ലോ എന്തൊക്കെയാണ്. അതിനുമ്പോ ലൈക്ക് പറ, എന്തൊക്കെയാ പറയാൻ പോകുന്നത്? ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഈ ഞായറാഴ്ച ഫൈറ്റ് ചെയ്താണ്. ഈ ഞായറാഴ്ച മറ്റേ ഫ്ലൈ വെയിറ്റ് വാറ്, അത് മറ്റേ ടയറ്, അതൊക്കെ നീട്ടെ. എന്തൊക്കെയാ പറയാൻ പോകുന്നത്? കുറച്ച് ബ്രേക്കിംഗ് ഉണ്ടായിപ്പാ. നമുക്ക് ആദ്യമായിട്ട് നമുക്ക് 319 ഉണ്ട്, 320 ഉണ്ട്, 321 ഉണ്ട്. മറ്റേ നമ്മുടെ ചാമ തിരിച്ചു തന്നെയാണ്. ചാമ അങ്കണ്ണനായിട്ട് 2 തന്നെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അബുദാബിയില് ഫൈനലി ഡക്ക് പോയത് കാരണം ഹെവി വെയിറ്റ് ഡിവിഷൻ ഒന്ന് അനങ്ങി. അപ്പൊ ടോമാസ് ഫിനാളില് ഗെയിം. പിന്നെ ഏതാണ്? പിന്നെ മെറാബ് കോറി സാൻഹേഗൻ. ഈ 4 ഫൈറ്റിന്റെ അനലൈസ്, വിത്തൗട്ട് സ്ലീപ്പ് അനലൈസ്, പിന്നെ ഗിച്ചന്റെ വിത്ത് സ്ലീപ്പ് അനലൈസ്, ഇതെല്ലാം കൂടി കോൺക്രീറ്റ് സിമെന്റ് ഒക്കെ ഇട്ട് വാർത്തൊരു സാധനം എപ്പിസോഡ് ആയിരിക്കും. അപ്പൊ കണ്ടിരിക്കും. ഒരു സാധനം വന്നുണ്ട്, ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത്രേ ഉള്ളു. ഞാൻ അധികം പറയാനൊന്നുമില്ല. ഒറ്റ കാര്യം, കംസത്ത് ജയിക്കുമെന്ന് പറയുമ്പോൾ ഞാൻ പറയും ഡോമിനേഷൻ പിന്നെ ആയിരിക്കും. അത് നിങ്ങൾക്ക് എതിർക്കാൻ പറ്റുമോ? അത് ലോജിക്കലി എതിർക്കാൻ പറ്റില്ല. കാരണം ഞാൻ പറയട്ടെ, ഡൈസെക്ട് ചെയ്ത് തരാം. ഇവിടെ കിച്ചു, കംസത്ത് ജയിക്കാനുള്ള ഒരു ചാൻസ് എന്താണ്? നേരെ വന്ന് കെവിൻ ഹോളണ്ട് സ്റ്റൈലില് ഫസ്റ്റത്തെ 2 റൗണ്ടിലായിക്കൂലേ? പിന്നെ 5ാമത്തെ റൗണ്ടിൽ കംസത്ത് ജയിക്കുമെന്ന് തോന്നണ്ടാ? ഇല്ല, ഭയങ്കര ചാൻസ് കുറവാണ്. ഇമ്പോസിബിൾ അല്ല, ചാൻസ് കുറവാണ്. അപ്പൊ കംസത്ത് ജയിക്കണമെങ്കിൽ ഫസ്റ്റത്തെ 2 റൗണ്ട് ആയിക്കോളൂ. ഫസ്റ്റത്തെ 2 റൗണ്ടിൽ കംസത്ത് ജയിക്കണമെങ്കിൽ അത് ഡോമിനേഷൻ ആയിക്കോളൂ. അല്ലാണ്ട് ബാക്ക് ആൻഡ് ഫോർത്ത് 2 റൗണ്ടിൽ പെട്ടെന്ന് കഴിയുമെന്നായിരിക്കൂല. DDPനെ ഇവിടെ നമ്മൾ വിചാരിക്കാത്ത പോലത്തെ ഒരു സംഭവം ചിലപ്പോൾ. കാരണം DDPനെ ചെയ്ത് കളയും കംസത്ത് ചിലപ്പോ. ഈ സാധനം നമ്മൾ മനസ്സുകൊണ്ട് പ്രതീക്ഷിക്കാത്ത DDPനെ ചിലപ്പോൾ ചെയ്ത് തന്നേക്കാം. പക്ഷെ അത് പറഞ്ഞ് ഞാൻ തന്നെ ഇവിടെ ഇരുന്നുകൊണ്ട് പറയാണ്, ഞാൻ 2 കാലി 5 കുത്തനല്ല കിച്ചനെ പോലെ. ഈ DDP നേരെ തിരിക്കാം, ഇത് കഥ തിരിക്കാം. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ അത് അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്തത്. ഇപ്പൊ DDP ഹംസത്തിനെ പോലെ ഒരാളെ ഫൈറ്റ് ചെയ്തിട്ടില്ല, ഹംസത്ത് DDPനെ പോലെ ഒരാളെ ഫൈറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ 2 വലിയ ക്വസ്റ്റ്യനാണ് രണ്ടുപേരുടെ തലയിലിരിക്കണം. അപ്പൊ അത് ബെല്ലടിച്ച് കഴിയുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ എന്തായിരിക്കും നടക്കാൻ. അപ്പൊ ബേസിക്കലി ഈ ഫൈറ്റ് ഒറ്റ ക്വസ്റ്റ്യനേ ഉള്ളു, ക്യാൻ DDP വെദർ ദ സ്റ്റോം. അത് മാത്രമാണ്. ക്യാൻ DDP സർവൈവ് ഓൺ ദ ഗ്രൗണ്ട് വിത്ത് കംസത്ത്. കാരണം താഴെ പോകും എന്നുള്ളത് മനസ്സിലായി. ഇപ്പൊ ഈ മുറിയിൽ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ലൈറ്റ് എത്തും. കംസത്ത് DDPനെ ടേക്ക് ഡൗൺ ചെയ്യും. അത് രണ്ടും ഫാക്ട്, അത്ര സിമ്പിൾ ഫാക്ട്സ് ആണ്. അപ്പൊ താഴെ DDP സർവൈവ് ചെയ്യൂ ഫസ്റ്റത്തെ 2 റൗണ്ട്. ഇത് മാത്രമാണ് ക്വസ്റ്റ്യൻ. വേറൊന്നും ഞങ്ങൾക്ക് അറിയണ്ട. അത്ര കോൺഫിഡൻ്റ് ആണ് കംസത്ത് താഴെ വന്ന്. അത് എനിക്ക് വേറെ സ്റ്റോം ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴാണ് UFC മോസ്റ്റ് ഡേഞ്ചറസ്റ്റ് ഫസ്റ്റ് റൗണ്ട് ആരാണ്? കംസത്ത്. സ്ട്രൈക്കർമാരെക്കാളും ഒരു വേറൊരു ടൈപ്പ് അല്ലേ ഈ കംസത്തിന്റെ റെസ്ലിംഗ് വരുമ്പോ? കാരണം വിറ്റേക്കറിനെ പോലത്തെ കാര്യം. നിങ്ങൾ ഇപ്പൊ റിഡർ തന്നെ കണ്ടല്ല, വിറ്റേക്കർ വാഷ്ടല്ലെന്ന്. മറ്റേ പാത്രം കഴിക്കുക, വിറ്റേക്കർ വാഷ്ടല്ല. അപ്പൊ ആ വിറ്റേക്കറിനെ ഇങ്ങനെ മൊളസ്റ്റ് ചെയ്ത് കളഞ്ഞ DDP കംസത്ത്. അപ്പൊ മോസ്റ്റ് ഡേഞ്ചറസ് ഫസ്റ്റ് റൗണ്ട് ഫൈറ്റർ കംസത്താണ്. പക്ഷെ ഈ 2 റൗണ്ട് കഴിഞ്ഞ് നിക്കുമ്പോ മറ്റേ ഇപ്പൊ ടേക്ക് ഡൗൺ ചെയ്ത്, പക്ഷെ ഹംസത്തിന്റെ വേറെ സീൻ എന്ന് പറഞ്ഞാൽ ടേക്ക് ഡൗൺ ചെയ്യുമ്പോൾ ഭയങ്കര ഫുൾ എനർജി എടുത്ത് പിന്നെ ട്രാൻസിഷൻ ചെയ്യാനൊക്കെ നോക്കി കഴിഞ്ഞ്
തേർഡ് റൗണ്ടില് മറ്റേ ലെറ്റ്സ് ഫൈറ്റ് അടുത്തത് വാ ഒന്ന് ഫൈറ്റ് എന്ന് പറയുമ്പോഴേക്കും മറ്റേ DDP ഹെവി ബ്രീത്തിങ് ഒക്കെ ഇരിക്കും. പക്ഷെ എന്നാലും DDP ഫയർ റൗണ്ട് തെളിയിച്ചാളല്ലേ സ്ട്രിക്ലൻഡ് ആയിട്ട് 5ാമത്തെ റൗണ്ട് നിർത്താണ്ട് വന്ന് ചെയ്താൽ അത്ര വലിയ കാര്യം ഓൾമോസ്റ്റ് ഓക്കെ. ആരും GDP കാര്യം ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള. പക്ഷെ ഗൈസ് ഒരു കാര്യം, ഡാഗസ്ഥാനിലെ മൂത്ത മരിമോന്നൊരു കാര്യം പറഞ്ഞ് കംസത്ത് DDPനെ സ്ട്രൈക്ക് ചെയ്യണമെന്ന് ഞാൻ നോക്കുമ്പില്ലേ ഒരു കീഴിലും ടാക്ടിക്കാണ്. കാരണം ഇല്ലേ കംസത്തിന് DDP ടേക്ക് ഡൗൺ ചെയ്യുമെന്ന് പേടിക്കണ്ട. എന്നുവെച്ചാൽ കംസത്തിന് നീ ഞാനിപ്പോൾ എറിഞ്ഞ് ടേക്ക് ഡൗൺ ചെയ്യുമോ പേടിക്കണ്ട, കിക്ക് ചെയ്ത് നിന്നിട്ട് തന്നെ ടേക്ക് ഡൗൺ ചെയ്യുന്ന പേടിക്കണം. കാരണം ഒബ്വിയസ്ലി ബെറ്റർ ഗ്രൗണ്ട് ആൻഡ് ഗ്രാപ്ലർ കംസത്താണ്. DDP എവിടെയാണെങ്കിലും കംസത്തെ ലൈറ്റാണ്. അപ്പം സ്ട്രൈക്ക് ചെയ്ത അടിപൊളിയല്ലേ. കാരണം എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോഴും ബെറ്റർ ബോക്സ് ഹാൻഡ് ഉള്ളത് കംസത്തിന് തന്നെയാണ്. ഓവറോൾ കിക്സും അൺഓർത്തറൈസ്ഡ് കിക്ക് ബോക്സിംഗ് ഭയങ്കരമുള്ള DDP ആണ് ഓവറോൾ ബെറ്റർ സ്ട്രൈക്കിംഗ്. എങ്കിലും ആരാണ് ബെറ്റർ ഹാൻഡ്സ് ഉള്ളത്? പ്യുവർ എനിക്ക് തോന്നണില്ല കേട്ടാ പ്യുവർ ഹാൻഡ്സാ. ഞാൻ ഓവറോൾ സ്ട്രൈക്കിംഗ് അല്ല, നീ പ്യുവർ ബോക്സിംഗ് എടുത്ത് നോക്ക്. പ്യുവർ പക്ക ബോക്സിംഗ് ഓഫ് കംസത്ത് ഈസ് മച്ച് ക്ലീനർ ദാൻ DDP's. ക്ലീനർ കാണാൻ ക്ലീനർ ആണ്. അതാണ് ഞാൻ പറഞ്ഞത്. എഫക്റ്റീവ് ആണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. മോസ്റ്റ് എന്ന് വെച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പക്ഷെ പ്യുവർ ബോക്സിംഗ് ഇല്ലേ 90 എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്യുവർ ബോക്സിംഗ് ഒരു 70 ഉണ്ടാവുള്ളൂ, 70-65. എന്നാലും ഞാനിപ്പോൾ ഒരു 90 കൊടുക്കണമെങ്കിൽ DDP 85 അങ്ങനെ കൊടുക്കുള്ളൂ. പക്ഷെ DDPയുടെ അൺഓർത്തഡോക്സ് അൺപ്രഡിക്റ്റബിലിറ്റി ആണ്. കാരണം ഇവിടെ ദിങ്ങനെ എറി. അത് ഞാനിപ്പോ കാണിപ്പോ കോമഡി ആയിട്ട് ഒന്നെങ്കിലും അത് വർക്കാവും. 2 ഹെഡ്ബട്ട് ഷോൾഡറിനിട്ട് 2 ഹെഡ്ബട്ട് സീൻ നിന്റെ കുണ്ടിക്ക് തല കൊണ്ട് ഇടിച്ച് സെറ്റപ്പ് ചെയ്തെന്നൊക്കെ പറയണം. ഞാനത് വെറുതെ പറയണല്ല. DDP അങ്ങനത്തെ ഒരു ഫൈറ്ററാണ്. ആർക്കും ഇതേവരെയും ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റാത്തൊരു ഫൈറ്ററാണ്. അപ്പൊ അയാൾ എന്ത് ചെയ്യുമെന്ന് ആർക്കും അറിയില്ല. അപ്പൊ അതുകൊണ്ട് പക്ഷെ എൻ്റെ ഇപ്പോഴും പ്യുവർ സ്ട്രൈക്കിംഗ് ആൻഡ് പ്യുവർ ബോക്സിംഗ് ഹാൻഡ്സ് മാത്രമേ കൊടുക്കും. പക്ഷെ ഓവറോൾ സ്ട്രൈക്കിംഗ് DDP കൊടുക്കും. കിക്സ് ഒക്കെ അടിപൊളിയാണ്. അപ്പൊ ഈ സിമുലേഷൻ ഒന്ന് പറ, സ്ട്രൈക്ക് ചെയ്ത് കംസത്ത് DDP ആയിട്ട് എത്ര റൗണ്ട് സ്ട്രൈക്ക് ചെയ്തിരിക്കാൻ പറ്റും? എടാ DDP അടസാനെ നോക്ക് ഡൗൺ ചെയ്തതല്ലേ മനസ്സിലായ? അപ്പൊ അടസാനെ നോക്ക് ഡൗൺ ചെയ്യാൻ ഉള്ള ഒരു സ്ട്രൈക്ക് DDP അത്ര അടിപൊളിയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ല ഓവറോൾ സ്ട്രൈക്കിംഗ് DDPക്കാണ്. ഞാൻ പ്യുവർ ബോക്സിംഗ് ഹാൻഡ്സ് മാത്രം കൊണ്ട് കൊടുത്തത്. കാരണം കംസത്തിനെ നല്ല ഷാർപ്പറാണ്. പിന്നെ മറ്റേ ഇടയ്ക്ക് ഇങ്ങനെ തലയൊക്കെ സ്ലിപ്പ് ജെറാഡ് ചെയ്തായിരുന്നു. പിന്നെ 185 ഇപ്പൊ കുറച്ച് ബിഗർ ആണ് അണ്ണൻ അത്യാവശ്യം നല്ല ബിഗർ. പക്ഷെ മറ്റേ ആള് 225 ടാങ് ലിറ്ററൽ ഹെവി വെയിറ്റ് ആണ്. ഫൈറ്റ് നൈറ്റിനില്ലേ 225 പൗണ്ടാണ് DDP അണ്ണൻ. കഴുത്തൊക്കെ വലുത് അവരെ നൈട്രേറ്റ് വലുതാക്കി വരെ വരും. അപ്പൊ അനലൈസിങ് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഫസ്റ്റത്തെ 2 റൗണ്ട് സർവൈവ് ചെയ്ത് കഴിഞ്ഞാൽ 3rd റൗണ്ട് കംസത്തിന് പണിയായിരിക്കും. ഗിൽബർട്ട് ബേൺസ് ആയിട്ടും കമാർ ഉസ്മാനായിട്ടുള്ള 2 പേരായിട്ടുള്ള 3rd റൗണ്ടും കംസത്ത് ജയിച്ചിട്ടുണ്ടാട്ടെ. ഞാനൊന്ന് ഓർമ്മിപ്പിക്കണാണ്. കംസത്ത് സ്ലോ ഡൗൺ ആണെങ്കിലും ആ റൗണ്ട് ആരാ ജയിച്ചതെന്ന് പോയി നോക്കി. കംസത്ത് ജയിച്ചട്ടാ. ബേൺസ് ആയിട്ട് ലാസ്റ്റ് റൗണ്ട് ജയിച്ചു. അപ്പൊ ഇല്ല നമുക്ക് പറഞ്ഞ പോലെ അങ്ങനെ എഴുതി തള്ളിവിടല്ലേ. ഷാക്കിനെയൊക്കെ പോലെ കാണണ്ട, ബിഗ് ഷോയിനെയൊക്കെ പോലെ ആൾക്കാരെ കാണണ്ട. അങ്ങനെ നിങ്ങൾ തള്ളിവിടല്ലേ. പിന്നെ വേറെ സാധനം ഉണ്ടായിരുന്നു. ഈ സാധനം ഈ ബേൺസ് ഫൈറ്റും ഉസ്മാൻ ഫൈറ്റിലും ആ 4 ഉം 5 റൗണ്ട് ഇല്ലാത്തതിന്റെ ഒരു സാധനം ഇതിൽ കണ്ടു കഴിഞ്ഞാൽ നൈസായിരിക്കും. കാരണം കംസത്തിന്റെ ട്രൂ പൊട്ടൻഷ്യൽ അറിയാൻ പറ്റും. പക്ഷെ അങ്ങനെ എടാ എനിക്കിഷ്ടം ഫസ്റ്റ് ഇപ്പൊ കണ്ട സത്യം 4th ഉം 5th ഉം റൗണ്ടും കംസത്ത് എന്ത് ജയിക്കണേ നല്ലത്. ഫസ്റ്റ് 2 റൗണ്ടിൽ DDPനെയും കൂടി ചെയ്ത് കഴിഞ്ഞില്ലേ ഇനിയിപ്പോ എത്ര പേര് ഇങ്ങനെ ചെയ്തേക്കണ. അല്ല ഫസ്റ്റ് റൗണ്ടിൽ തീർത്ത് കഴിഞ്ഞാൽ മറ്റേ ഇൻവിൻസിബിൾ ആയി പോവും. കാരണം ഇനി ആരും ഓൾ ഇൻ ദിസ് കേസ് ഓൾ ടങ് മസ്റ്റ് കൺഫസ് ഓൾ ഹെഡ് മസ്റ്റ് ബൗ കംസത്ത് ഇസ് ദ ട്രൂ കിങ് എന്നൊക്കെ പറയൂലേ 185. അത് മാത്രമല്ല ഞാൻ കുറച്ച് പൊട്ടൻഷ്യൽ കാര്യങ്ങൾ അങ്ങോട്ട് ഇട്ട് തരട്ടെ. കംസത്ത് 185 ജയിച്ചിട്ട് ഒരു ഡിഫൻസ് ചെയ്തില്ലേ 205 വേണമെന്ന് കംസത്ത് ഒരു ഫോൺ കോൾ വിളിച്ചിട്ട് വലിയായിട്ട് പുറേനും ബെറ്റർ ട്രീറ്റ്മെന്റ് ആയിക്കോളൂ വേണോ എടുത്തോ. ഡാനക്ക് ന്യായീകരിക്കാൻ കാരണമൊന്നുമില്ല. കാരണം ഷീനോ മാലിയും നമുക്കറിയാം ഡാനക്ക് ഒരു റെസിഫിക്കേഷൻ വേണ്ട ആർക്ക് എന്ത് ഡയറക്റ്റ് ഷോട്ട് കൊടുക്കാൻ. ഷീനോ മാലിക്ക് എവിടെ ഡയറക്റ്റ് ഷോട്ട് കിട്ടിയെന്ന് എനിക്ക് ഇവന് ചിന്തിച്ച് കുനിഞ്ഞിരുന്ന് നോക്കിയിട്ടും കിട്ടിയിട്ടില്ല. അതിന്റെ ഉത്തരം എങ്ങനെയാണ് കിട്ടിയെന്ന് ആർക്കും കിട്ടിയിട്ടില്ല. അപ്പൊ 185 ചാമ്പ്യനായ കംസത്തിന് 205 കൊടുത്ത് ഞെട്ടാൻ പോണ്ട. ഞെട്ടാൻ മാത്രമല്ല ഒരു റിപ്പോർട്ടറും ഡാനെ തിരിച്ച് തർക്കിച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകണം. കാരണം അവിടുത്തെ ഹൈറാർക്കി അങ്ങനെ ഡാനെ ഒന്നും ഇതാക്കിയ അടുത്തതിലില്ല. വേറെ അങ്ങനെ ഞാനാണ് ചൊറിയയില്ല. എനിക്കും അറിയാം മുമ്പിട്ട് പോകണമെങ്കിൽ വേണമെന്ന്. അപ്പൊ കംസത്തിന് 205 അങ്കലമായിട്ട് വന്നില്ലേ. എൻ്റെ പൊന്നു ദൈവം ഞാനത് ആലോചിച്ചപ്പോൾ തന്നെ ഉറക്കില്ലാത്ത എനിക്ക് വരെയും കുളിർമ വന്നു. ഇപ്പോഴെല്ലാം കുറച്ചേരുമ്പോ ആലോചിച്ചാണത്. വീസസ് കംസത്തിന് 205 ഞാൻ പറഞ്ഞ് ചിന്തിക്കാനല്ല. പക്ഷെ അത് എന്തോടോ കാരണം അങ്കലവിനെ ടേക്ക് ഡൗൺ ചെയ്യായിരിക്കും. 205 കൂടി ചമ്മി കംസത്ത് ആയിക്കഴിഞ്ഞാൽ ഫേസ് ഓഫ് ദ യൂസി ആയി.
ആയില്ലേ. പണ്ട് വിചാരിച്ചിരുന്ന സാധനം പണ്ട് വന്നപ്പോ എന്ത് ഹൈപ്പായിരുന്നില്ലേ. പിന്നെ ഇത് ഞാൻ പറഞ്ഞ നോൺസെൻസ് സ്വപ്നം കൊണ്ട് എന്താ ടോമാസ് പിനാണ് ടേക്ക് ഡൗൺ ചെയ്ത് കംസത്ത് തോപ്പിച്ചാൽ ഞാൻ വെറുതെ പറയണേ. കാരണം ടോമാസ് പിനാണ് ടേക്ക് ഡൗൺ ചെയ്ത റെസ്ലിംഗ് കംസത്തിനുണ്ട്. വേഗം ഇല്ലെന്ന് മാത്രം ഉണ്ടായില്ലെന്ന് മാത്രം പറ. അപ്പൊ ഒന്ന് വെറുതെ എടി ഞാൻ ഉറക്കപ്പിച്ച് പറഞ്ഞ ആലോചിക്ക്. അങ്ങനെ ഡാനെ 2.5 കംസത്ത് ഡിഫൻസ് കൊടുത്തോടെ ഹെവി ഷോട്ട് കൊടുക്കുമോ ഞാൻ വിളിച്ചു. പിന്നെ ഇതൊന്നും ഉറക്കപ്പിച്ച് പറഞ്ഞത് ആലോചിച്ച് നോക്കി. ഈ ടോമാസ് പിനാണ് ടേക്ക് ഡൗൺ നോക്കട്ടോ മിക്കവാറും എന്നാലും ടേക്ക് ഡൗൺ ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 3 ജീവിച്ച എന്ത് പൊട്ടത്തിലൊക്കെ ഞാൻ പറഞ്ഞിരിക്കുക. അതായത് ആലോചിച്ച് നോക്ക്. അല്ല നേരത്തെ വെൽട്ടർ വെയിറ്റ് ഉണ്ടെന്നല്ലോ തിരിച്ചു വരുന്നത് ഓർമ്മ ചെയ്തായി. എടാ ഞാൻ ഈ പറഞ്ഞ പൊട്ടത്തരമാണെങ്കിലും മോസ്റ്റ് ഇമ്പോസിബിൾ ടാസ്ക് ഇൻ ദ വേൾഡ് പോലെയൊന്നും അല്ലല്ലോ. മറ്റേ എഴുതിക്കൂട്ടി നോക്കുമ്പോ വേണമെങ്കിൽ നടക്കാം ആ രീതിയിലാണ്. പക്ഷെ ഈ ഡി ഡി പി എന്തിനുള്ള ഞാൻ DDP UFC മാർക്കറ്റിങ്ങിന് നല്ലതല്ല. കാരണം DDP ഡോമിനന്റ് ആണ്. പക്ഷേ DDP ഇനിയില്ലേ UFCക്ക് പണിയാൻ DDP എത്ര സ്റ്റാറായാലും അതിശയത്തോടെ ആൾക്കാർ നോക്കാൻ പോലുള്ള. കംസത്ത് ചാമ്പ്യനായ സ്ട്രാറ്റോസ്ഫിയർ മാറും UFC ഒന്ന് ഇളകും, അടിത്തട്ടൊന്നും ഇളകും UFC. അല്ല ഇപ്പൊ ഹംസത്തിനെ നല്ല രീതിയിൽ DDP ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹംസത്തിന്റെ ആ ഒരു ഹൈപ്പ് കുറച്ച് കിട്ടൂലേ. പക്ഷെ DDP നീ ഒന്ന് ആലോചിച്ചു. DDP സ്റ്റാറാണ്, DDP എല്ലാവർക്കും ഇഷ്ടമുണ്ട്. പക്ഷെ DDP ഒരിക്കലും സൂപ്പർ സ്റ്റാർ ഫേസ് ഓഫ് ദി UFC ലെവലല്ല. അത്രയും ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. കംസത്ത് ഞാൻ പറഞ്ഞ DDP അലമ്പാണ്. മറ്റേ ആർക്കും വേണ്ടാത്ത ബാൻഡേജ മൂടാണ്, പണ്ടത്തെ DJ ആണെന്നല്ല ഞാൻ പറയണ. DDP നൈസാണ്. പക്ഷെ കംസത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പം ഉള്ള UFC ടോപ്പ് 3 പൊട്ടൻഷ്യൽ ഇലിയ ടുപൂറിയ കംസത്ത് രണ്ടുപേരും പറയുള്ളൂ. കാരണം ആക്റ്റീവ് ഫൈറ്റേഴ്സിൽ ഏറ്റവും ബിഗ്ഗസ്റ്റ് സ്റ്റാർ ഇവര് തന്നെ. DDP ആ സീലിംഗ് എത്തി. ഇനി ഇതിന്റെ പൊക്കത്തോട്ട് എത്തൂല. DDP എത്ര അടിപൊളിയാണെങ്കിലും എക്സ് ഫാക്ട് കോണമഗ്രഹങ്ങളുടെ സ്റ്റാർട്ടം പോലത്തെ ഇലിയ ടുപൂറിയൊക്കെ ഉള്ളൊരു ഫാക്ടറി കംസത്തിനുള്ളൊരു ഫാക്ടറി DDPക്ക് ആ ഒരു ഇതിലില്ല. അപ്പൊ ബെറ്റർ ഫോർ മാർക്കറ്റിംഗ് ആണ് UFC കംസത്തേക്കാണ്. DDP കഴിഞ്ഞാലും കുഴപ്പമില്ല, ലെഗസിക്ക് അടിപൊളി. DDP ഒരു കോട്ട ഹംസത്തിന്റെ കാര്യം പറഞ്ഞു 205 ഹെവി വെയിറ്റിന്റെ ആയിരിക്കും. പക്ഷെ ഹംസത്ത് ഫൈറ്റ് ചെയ്യും ഇനി അധികം. ഞാനൊരു റൂമർ കേട്ടു കംസത്ത് ചാമ്പ്യനായി റിട്ടയർ ആവുമെന്ന്. കാരണം ഷെയ്ക്കുകൾ എല്ലാ ദിവസവും 1 കോടി രൂപ വെച്ച് കൊടുത്ത് ഇപ്പൊ 10 കോടിയൊക്കെയാണ്. പൈസ വേണ്ട. പൈസ വേണ്ട. ലൈഫ് സെക്യൂർ, കണക്ഷൻ സെക്യൂർ, ഹോൾഡ് സെക്യൂർ, ഒരു വെൽ പൊസിഷൻ റെസ്പെക്റ്റബിൾ ടിൽ ലൈഫ്, കുറെ ജിമ്മ് ബിസിനസ് സെക്യൂർ. അപ്പൊ ഇനിയും അർമൻ ഷാറൂഖിനെ പോലെ ഇത്രയും കോടികളായിട്ട് പഞ്ചെടുക്കണോ? അപ്പോഴാണ് ഷാറൂഖിനോട് റെസ്പെക്ട് നമുക്ക് അവിടെ പിന്നെയും തോന്നണം കേട്ടാ. ഷാറൂഖ്യൻ വേറെ സീനാണ്. ഷാറൂഖ്യൻ പൂത്തെറിച്ചാണ്ടാ ഓരോ ചകഞ്ഞോണ്ട് വരുമ്പോഴാണ് പാടി പറയണേ 40 കാറിനെടുത്തുണ്ടെന്ന്. പിന്നെ ഫാറൂഖിന്റെ അപ്നയം കണ്ട് മാഫിയ ഗാങ്സ്റ്റർ. ഷാറൂഖിന്റെ കാര്യം നമുക്ക് പറയാം. ഷാറൂഖിന്റെ കാര്യം പറയണം. അപ്പൊ ഞാൻ പറയണ അത്ര പൈസ ആണ്. അപ്പൊ കംസത്ത് ഫൈറ്റ് ചെയ്യുമെന്ന് അറിയില്ല. ഫൈറ്റ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം. പക്ഷെ അറിയില്ല. അത് കണ്ട അതിന് പറയേണ്ട കാര്യമില്ല. എത്ര ഫൈറ്റ് ഉണ്ടാവും മിക്കതും? ഫൈറ്റ് 3 എന്തായാലും ഉണ്ടാവും. ഫൈറ്റ് ചെയ്യാനാണെങ്കിൽ ഇപ്പൊ പേടിപ്പിക്കല്ലേ, ടൈമുണ്ട്. അപ്പൊ ഫൈനൽ പ്രഡിഷൻ 51-49 കംസത്ത് ജയിക്കും. അത്ര ക്ലോസ് ആയിട്ട് ഞാൻ പറഞ്ഞു. കാരണം എനിക്ക് DDP ഇതുവരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല, ഇനി മനസ്സിലായിട്ടുമില്ല. ഞാൻ മാത്രമല്ല അഡസാനിയും വിറ്റേക്കറും രണ്ടുപേരും അങ്ങോട്ടും കൊണ്ട് നോക്കി ഇതേപോലെ പറഞ്ഞ് ഞങ്ങൾക്ക് DDPനെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലെന്ന്. ഫൈറ്റ് ചെയ്ത് അഡസാനൊക്കെ DDPക്ക് മനസ്സിലാക്കാൻ പറ്റാതെ ഞാൻ ഈ പടത്തിലേ ഇരുന്നുകൊണ്ട് മനസ്സിലാക്കാനൊന്നും പോകണമെന്നില്ല. അപ്പൊ ഞാൻ 55 DDP സംഭവം. DDPനെ ആദ്യം ഞാൻ ഫസ്റ്റ് എനിക്ക് ഓർമ്മ DDPയുടെ അതാണെന്നറിയോ, ഡാരൻ ടില്ലായിട്ടൊരു ഫൈറ്റ് ഉണ്ടായിരുന്നില്ലേ പണ്ട്? ഒരു ഡാരൻ ടില്ലായിട്ട് പ്രീലിംസ് കണ്ടായിരുന്നു. പ്രീലിംസ് അല്ല, ഈവന്റ് ആയിരുന്നു ഫൈറ്റ് നൈറ്റ്. അതില് ഡാരൻ ടില്ലിനെ ചോക്ക് ചെയ്ത് പോലത്തെ. പക്ഷെ സംഭവം പറയട്ടെ, ഗ്രാൻഡില് നല്ല രീതിയിൽ ഡാമേജ് DDP കൊടുത്ത ആ ഫൈറ്റ് അത്യാവശ്യം. പക്ഷെ ആ സമയത്ത് DDPയുടെ ഒരു സംഭവം ഉണ്ടായിരുന്നു, മൂക്ക് കംപ്ലൈന്റ് ആയിട്ട് മൂക്കി കൂടെ ശ്വാസം വലിക്കാൻ പറ്റണന്നൊക്കെ പറഞ്ഞ്. അത് പിന്നെ കുറച്ചാളുമ്പാണെന്നു ചാമ്പ്യനൊക്കെ ആവുന്നതിന് മുമ്പാണ് സർജറി ഒക്കെ. ആ സമയത്ത് എല്ലാവരും അത്ഭുതത്തോടെ നോക്കിയത്. കാരണം എങ്ങനെ അറിയാം, നമ്മുടെ ഫൈറ്റിങ്ങിനകത്ത് റെഡ് ബാർ കുറഞ്ഞു നമുക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. റെഡ് വരുമ്പോൾ അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. അതുപോലെ DDP കുറച്ച് നേരത്തേക്ക് അനങ്ങാണ്ടൊക്കെ ഇരിക്കും, പിന്നെ കുറച്ച് നേരത്തേക്ക്. പക്ഷെ എങ്ങനെ ജയിക്കുന്നുണ്ട്. ടില്ലിനെ തോപ്പിച്ചപ്പോൾ ആൾക്കാർ ഇതെന്ത് മറ്റേ ക്രിസ്റ്റൽ പാലസ് പ്രീമിയർ ലീഗ് ട്രോഫി അടിച്ചില്ലേ ആദ്യത്തെ 10 ഓടാ. ക്രിസ്റ്റൽ പാലസ് അല്ല, അപ്പൊ ഏതാണ് ഒരിക്കലും ലെസ്റ്റർ പ്രീമിയർ ലീഗ് അടിച്ചപ്പോൾ ആദ്യത്തെ 5 അടിച്ചപ്പോൾ എല്ലാവരും ചിരിച്ച്, 10 അടിച്ചപ്പോഴും ചിരിച്ച്, 15 ആയപ്പോൾ ഒന്ന് കണ്ണുരുക്കി, 20 ആയപ്പോൾ അമ്മേന്ന് വിളിച്ച്, 25 ആയപ്പോൾ എൻ്റെ അമ്മൂന്ന് വിളിച്ച്. അതൊരു DDP ഇങ്ങനെ ജയിച്ചപ്പോൾ എല്ലാവരും ഇങ്ങനെ ഇപ്പോ ഏജൻസ് 3 ചാമ്പ്യനെ തോപ്പിച്ച് ഇങ്ങനെ ലെവലിൽ നിൽക്കണേ. അപ്പൊ DDP സീനാണ്, എലൈറ്റ് ആണ്, സിമെന്റ് ഫോർ എവർ ആണ്. കംസനെ തോപ്പിച്ച മിക്കവാറും ഐ വിൽ പ്രോബ്ലി കൺസിഡർ ഹിം ഗ്രേറ്റസ്റ്റ് 125 ഓൾ ടൈം ആൻഡർ. സിമെന്റ് അടിപൊളി
ടഫർ കോമ്പറ്റീഷൻ തോപ്പിച്ചതുകൊണ്ട്. അപ്പൊ ഇത്രയുള്ളത്. ഇപ്പോഴും കുറച്ച് ആൾക്കാർ ആൻഡ്രസ് സിൽവയുടെ പൊക്കത്തൊക്കെ വെക്കുന്നുണ്ട്. വെക്കാൻ കുഴപ്പമില്ല. കാരണം ആൻഡ്രസ് സിൽവയുടെ റെസ്യൂം എടുത്ത് നോക്കിയാൽ എത്ര ഏറ്റവും അടിപൊളി ആൾക്കാർ തോപ്പിച്ചേക്കണം. അത്ര അടിപൊളി ആൾക്കാർ കുറെ പേരൊക്കെ ഉണ്ടെങ്കിലും ഇല്ലേ, കോമ്പറ്റീറ്റീവ് അല്ല. ഇപ്പൊ കുറെ പേര്. അടുത്തത് അങ്കലേവ് വിസസ് പെരേര 2. എന്താ പറയാ, കലാശക്കൊട്ടെന്ന് ഞാൻ പറയും. കാരണം ഈ ഫൈറ്റ് പെരേര തോറ്റ പെരേരക്ക് ഒരു ഫ്യൂച്ചറോ പെരേരനെ പിന്നെ ഒരു ചാമ്പ്യനായിട്ടോ ലെജിറ്റായിട്ടോ ആൾക്കാർ കൺസിഡർ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കണില്ല. ലെജൻഡ് ആയിരിക്കും എപ്പോഴും അന്നൊന്നും ലെജൻഡാണ്. പക്ഷെ ഈ ഫൈറ്റ് പെരേര തോറ്റ പെരേര പിന്നെ ചാമ്പ്യനാവെന്ന് വിശ്വസിക്കണണ്ടാ? കഴിയും. പക്ഷെ ഒരു റിഡംഷൻ വന്നു കഴിഞ്ഞാൽ മൂവിക്ക് ഒരു കിടിലൻ സ്റ്റോറി. എന്ത് ഈ ഫൈറ്റ് തോറ്റട്ടാ? ഈ ഫൈറ്റ് ജയിച്ച ഞാൻ പറഞ്ഞത് ഈ ഫൈറ്റ് തോറ്റ പെരേര പിന്നെ ചാമ്പ്യനാവെന്ന് ഇല്ല, അത് ഉറപ്പാണ്. ഇപ്പൊ ശരത്ത് വരെ പറയും ഈ ഫൈറ്റ് തോറ്റാ കഴിഞ്ഞ്. അത് മാത്രമല്ല പൂച്ച വരെ സംഭവിക്കാൻ എന്റെ അപ്പുറത്താ നക്കണണ്ട. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, പെരേര റിയലൈസേഷൻ ഫസ്റ്റ് ആയിക്കോ തക്കലിന്റെ. അപ്പൊ പെരേര ഗൈസ്, പെരേര ഈ ഫൈറ്റ് തോറ്റ് കഴിഞ്ഞാൽ നമുക്ക് കാര്യം പറയാം. കഴിഞ്ഞ ഫൈറ്റ് തോറ്റ പിന്നെ പെരേര ഫാൻസിന്റെയും കമന്റ്സിന്റെയും ഓളം കുറഞ്ഞില്ലേ? എല്ലായിടത്തും ചാമയൊക്കെ കുറഞ്ഞു. നല്ല രീതി ആൾക്കാർക്ക് അറിഞ്ഞ് പെരേര വരെയും ഇറക്കുന്ന രീതിയിൽ കുറഞ്ഞു. ഇതും കൂടി തോറ്റ പെട്ടെന്ന് ഒന്ന് ഷാറായി, പെട്ടെന്ന് 3 കൊല്ലം കൊണ്ട് ഷാറയിലെ ജെൻഡായിട്ട് എണീറ്റ് പോയി. അതാണ് ഇങ്ങനെ ഷോർട്ട് ഫെയിമായിട്ട് പെട്ടെന്ന് വന്നേക്കണത്. ഞാൻ ചെറുതാക്കി കണ്ടോലെ പോലെ. ഞാൻ പണ്ടത്തെ ശോഭന എന്ന് പറയാൻ പോയാ. കാരണം ശോഭന 2000 പോയി കളഞ്ഞല്ല, പിന്നെ ഒരു 10 കൊല്ലത്തെ ബ്രേക്ക് എടുത്തില്ല. അതേപോലെയൊക്കെ പറയാൻ പോയാ. ശോഭനയും വിൽഷേറും ഒരു കോമ്പി എനിക്ക് 24 hours സ്ലീപ്പിന് ഉറപ്പോട് ഗൈസ്. അപ്പൊ അവിടെ പെട്ടെന്ന് പോയതായി പോവും. അപ്പൊ അറിയില്ല, അടിപൊളി ലെജൻഡാണ്. പക്ഷെ ഈ ഫൈറ്റ് എങ്ങാണ്ടു അലക്സ് പെരേര ജയിച്ച തേർഡ് മാച്ച് ഫൈറ്റ് ഒന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം അലക്സ് പെരേര തേർഡ് ഫൈറ്റ് ആയിട്ട് ഒരു ഹാർഡ് ഫൈറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ജയിച്ചു കഴിഞ്ഞാൽ അലക്സ് പെരേര ലെജിറ്റ്. കാരണം ഒരു ഫസ്റ്റ് ടൈം റെസ്ലിംഗ് മിക്സ് ചെയ്ത ഒരാളെ തോപ്പിച്ച് ലെജിറ്റ്, എല്ലാവരുടെയും മുക്കിൽ ലെജിറ്റായി, അടിപൊളിയായി. എനിക്ക് തോന്നുന്നേ ഈ ഫൈറ്റ് കഴിഞ്ഞ പോലത്തെ ഇങ്ങനെ ഒരു 50-50 പോലെ ആവില്ലായിരിക്കുന്നു. അലക്സ് തോക്കണം. പിന്നെ ഞാൻ എങ്ങനെ നോക്കും, അങ്കലവ് നോക്കൗട്ട് ആവാമെന്ന് ഞാൻ വിശ്വസിക്കണില്ല. കാരണം അങ്കലവിനെ നോക്കൗട്ട് ചെയ്യാൻ പറ്റും ഒരു സാധനം പോലെ അലക്സ് കഴിഞ്ഞ ഫൈറ്റ് ചെയ്ത് കണ്ടാ. ഒന്ന് പറ, ഒരു മൊമെന്റ് കാണിച്ചാൽ എനിക്ക് ആകെ ഉണ്ട്. അങ്കലവ് കുഞ്ഞപ്പോ ഇങ്ങനെ വീശി സൈഡിൽ കൂടി ഇങ്ങനെ പോയി. അങ്കലവിനെ ഇതേവരെ നോക്കൗട്ട് അങ്ങനെ അങ്കലവിനെ നോക്കൗട്ട് അലക്സ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. മാത്രമല്ല അലക്സിന്റെ നിങ്ങൾ അലച്ചു നോക്കണം, അങ്കലവിന്റെ കോൺഫിഡൻസ് ഇല്ലേ ഈ ഫൈറ്റിൽ. അങ്കലവിന്റെ കോൺഫിഡൻസ് 90 ആയിക്കോളൂ. അലക്സിന്റെ കരിയറിൽ ഏറ്റവും കൂടുതൽ പേടിച്ച് ഫൈറ്റ് ചെയ്യാൻ പോണ ഫൈറ്റ് ഇതായിരിക്കുള്ളൂ. കാരണം ഇത്രയും എംബാരസിങ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ലോസ് അലക്സ് കെയോ അടസാനായിട്ട് ഉണ്ടെങ്കിൽ പോലും 5 റൗണ്ട് ഇങ്ങനെ തോറ്റി അലക്സ് പെരേര തോറ്റു, ഒന്നും ചെയ്യാൻ പറ്റില്ല പുള്ളിക്ക്. അല്ല, വേണമെങ്കിൽ ഡെവിൾസ് അഡ്വക്കേറ്റ് ഇങ്ങനെ പറഞ്ഞൂടെ, ഇപ്പൊ ക്ലിഞ്ചില് പുള്ളി താഴെ പോയില്ല, ടേക്ക് ഡൗൺ ആയില്ലല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞൂടെ. പക്ഷേ ക്ലിഞ്ചി രക്ഷപ്പെട്ടില്ല. 3 മിനിറ്റ് അനങ്ങാണ്ട് നിന്നാ. എടാ ആ ഫൈറ്റിലില്ലേ, ഞാൻ ക്ലിഞ്ചി പോയി മൂല കൂടി ചെന്നിട്ട് അലക്സ് എന്ത് ചെയ്ത് സ്റ്റാച്ചു പറഞ്ഞ് അലക്സിന്റെ കോച്ച്. അപ്പൊ ഇങ്ങനെ നേക്കണ് എടാ അപ്പുറത്തെ സ്റ്റാച്ചു പറഞ്ഞവരെ അല്ലേ. ഇപ്പൊ എന്തായാലും അത് പറ, അതിന്റെ ഉത്തരം പറ. ക്ലിഞ്ച് ചെയ്തപ്പോ എന്ത് ചെയ്ത മൂലക്ക് അനങ്ങാണ്ടാണ്, ടേക്ക് ഡൗൺ ആയില്ല. ക്ലിഞ്ച് ചെയ്യുമ്പില്ലേ ബ്രേക്ക് ഡൗൺ ചെയ്ത് സെന്റർ ഔട്ട് ഒക്ടോബർ എടുത്ത് ഫൈറ്റ് തുടങ്ങണം. അവിടെ അനങ്ങാണ്ട് നിന്ന ജഡ്ജസിന് മുമ്പിൽ ആർക്കാണ് പോയിന്റ് കിട്ടണം. ഞാൻ തന്നെ ഇങ്ങനെ പിടിച്ച് ഞാൻ അനങ്ങാണ്ട് നിൽക്കണം, ആർക്കാ പോയിന്റ് ഉള്ളിൽ എനിക്കാണ്. അപ്പൊ അലക്സ് അവിടെ പോരായ്മയാണ്, ഇപ്പോഴും അത് കാണിച്ചിട്ടില്ല. അത് മാത്രമല്ല നിങ്ങൾ ആലോചിച്ച് നോക്ക്, കോൺഫിഡൻസ് ലെവൽ ആരുടെയും കൂടുതൽ അല്ലേ. മറ്റേ ചാമ്പ്യൻ ആയി കഴിഞ്ഞാൽ 30 ദിവസം ഓൾറെഡി കൂടുമല്ലോ. പിന്നെ അത് മാത്രമല്ല വേറെ ആരോട് ഞാൻ പറയട്ടെ, അലക്സ് പെരേര ഈ ഫൈറ്റ് ജയിക്കണമെങ്കിൽ കെയോ, ഒരാളെ കെയോ ചെയ്ത് മാത്രം തോപ്പിക്കാൻ എന്ത് പണിയാണ്. എസ്പെഷ്യലി അങ്കലവിന് അറിയാം എന്നിവന് ആകെ ചാൻസ് ഉള്ളത് കെയോ. അപ്പൊ മാത്രമല്ല അങ്കലവ് കുറെ ടാഗ് ചെയ്ത് കഴിഞ്ഞ പ്രാവശ്യം അങ്കലവ് കെയോ ചെയ്യാൻ ചാൻസ് കണ്ടിട്ട് അലക്സിനാ. ഞാൻ കാര്യം പറഞ്ഞാണ് കഴിഞ്ഞ പ്രാവശ്യം. പക്ഷെ നമ്മള് അലക്സിനെ ഫസ്റ്റ് സി ഫൈറ്റ് ഓർമ്മയില്ലേ, 5ാമത്തെ റൗണ്ട് വരെ നോക്കിയിരിക്കേണ്ടി വരും. എപ്പോഴെങ്കിലും ഒക്കെ നടക്ക. എനിക്ക് തോന്നാതെ ഞാൻ പറയാം, അലക്സ് ജയിച്ചു കഴിഞ്ഞാൽ ബെറ്റർ ഫോർ UFC ആണ്. ഈ അങ്ക് ജയിച്ചിട്ട് ശരിയാണ്ട. അയ്യോ ആ സമ്മതിച്ചിട്ടാ അലക്സ് ജയിക്കാനാണ് UFC-ക്കും സ്പോർട്സിനും ഫാൻസ്. കാരണം അങ്കലവ് ജയിച്ചിട്ട് അടിപൊളി റഷ്യക്കാർക്ക് നല്ലതാണ്, MMA പ്യൂറിസ്റ്റിന് നല്ലതാണ്. എനിക്ക് അങ്ങനെ ഇഷ്ടമാണ് കൊണ്ടോട്ടെ, അതുകൊണ്ട് എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ അല്ലാണ്ട് അങ്ക് ജയിച്ചുകൊണ്ട് വേറെ ആയിരിക്കും അങ്കും അങ്ങനെ കുടുംബത്തിനും കുറച്ച് പേരിലുള്ളവർക്ക് മാത്രമേ ഗുണമുള്ളൂ, അല്ലാണ്ട് വേറെ ആർക്കും ഗുണമില്ല. UFC-ക്കും മാർക്കറ്റിങ്ങിനും ബാക്കി എല്ലാത്തിനും അലക്സ് ജയിക്കാനാണ് ബെറ്റർ. അത് ഞാൻ പറയാട്ടാ. ഈ ഒരു കഥയ്ക്കൊരു നല്ലൊരു എൻഡിങ്ങും ഉണ്ടാവും. അലക്സ് ജയിച്ചിട്ട് റിട്ടയർ ചെയ്ത ബെസ്റ്റ് ഓഫ് ഫോൾ ടൈം ആയി പോകും. പക്ഷെ അലക്സ് അങ്ങനെ ചെയ്യൂല. ജയിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും റിട്ടയർ ചെയ്യില്ല.
നിങ്ങൾ എഴുതി ഒപ്പിട്ട് വെച്ചോ ജയിച്ചു കഴിഞ്ഞാൽ അലക്സ് റിട്ടയർ ചെയ്യില്ല. കാരണം അലക്സ് ഒരിക്കലും റിട്ടയർ ചെയ്യണതിൻ്റെ ഹിൻഡ് പോലും, കാരണം അലക്സ് അങ്ങനെ റിട്ടയർ ചെയ്ത് മൈൻഡ് സെറ്റ് ആവുന്ന ആളല്ല. അയാളുടെ മൈൻഡ് റെസ്റ്റ്ലെസ് ആയിട്ട് അയാൾക്ക് പറ്റൂല. അത് നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇത്ര ആക്റ്റീവ് ആവണതിന്റെ കാരണം അതാ. അല്ല ഇനിയിപ്പോ UFC പോയാലും ബോക്സിംഗ് അതിലും ജെയ്ക്ക് പോളായിട്ട് 90% മറക്കാൻ ചാൻസ് ഉണ്ട് UFC ഇന്ന് UFC വിടൂലെന്ന് പറഞ്ഞ സീനായതാണ്. അല്ലെങ്കിൽ പോയാ ആ ഫൈറ്റ് പേപ്പർ വ്യൂസ് എല്ലാവരും ചെയ്യും. കാരണം ജെയ്ക്ക് തോക്കാൻ സാധ്യത അലക്സ് ആയിട്ട് തോറ്റാലും ജയിച്ചാലും ആ ഫൈറ്റ് സെല്ലാവും. പിന്നെ അലക്സിന് 3 ഫൈറ്റ് ഇവിടെ തോറ്റു കഴിഞ്ഞാൽ അത് സെല്ലാവും. അത് വിടേണ്ട കാര്യമില്ല. പക്ഷെ അലക്സ് ജയിച്ചു കഴിഞ്ഞാൽ അലക്സിന് എന്ത്, കാരണം വൈറ്റ് ഹൗസ് കാർഡിൽ ജോൺസ് ചിലപ്പോൾ അലക്സ് ഒന്നും പറയാൻ പറ്റില്ല. ടോം ആ സമയത്ത് ചാമ്പ്യനാണ്, ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ അപ്പോഴേക്കും ജൂലൈ അല്ലേ, അടുത്ത കൊല്ലം ജൂലൈ. അപ്പൊ ടോം ഒന്നുകൂടി ഫൈറ്റ് ചെയ്യോ? പിന്നെന്താ വെയിറ്റ് ചെയ്യാൻ പാടില്ലേ? ടോം ഇനി 3 ഫൈറ്റ് ചെയ്യാനുള്ള സമയമുണ്ട്, 2 ഫൈറ്റ് ചെയ്യാനുള്ള സമയമുണ്ടല്ലോ. ഒരു കൊല്ലത്തിൽ 2 ഫൈറ്റ് ചെയ്യാൻ ചാമ്പ്യൻസ്. അപ്പൊ ആ ഫൈറ്റ് എന്റെ പ്രഡിക്ഷൻ അങ്കല ജയിക്കണമെന്നാണ്. പക്ഷെ അലക്സ് ജയിക്കണമെന്ന് നല്ലതെന്ന് ഞാൻ അംഗീകരിക്കണം. അലക്സ് ജയിച്ചാലും എനിക്ക് കുഴപ്പമില്ല, കാരണം ബെറ്റർ ഫോർ UFC അലക്സ് ജയിക്കണമെന്നാണ്. പക്ഷെ എന്റെ പ്രഡിക്ഷൻ അംഗീകരിക്കുമെന്നാണ്. എനിക്ക് അലക്സ് ജയിച്ചു കഴിഞ്ഞാൽ കഥ ആ ഒരു നല്ലൊരു എൻഡിങ് കിട്ടാ കഥയ്ക്ക്. അപ്പൊ ആ കഥ കാണാൻ പറ്റി കഴിഞ്ഞാൽ പൊളിക്കും. അലക്സ് ജയിക്കണമെങ്കിൽ നോക്കൗട്ടിൽ ജയിക്കാൻ പോകുള്ളൂ, അല്ലാണ്ട് ഗ്രാപ്പിൾ ചെയ്ത് ജയിക്കാൻ പോകണമെന്നല്ല. അങ്കലവിന് ജയിക്കാൻ 2 ടൈം കൊണ്ട് നോക്കൗട്ട് ചെയ്യാൻ പറ്റും, റസൽഫക്ക് ചെയ്യാൻ പറ്റും, ഡിസിഷൻ ചെയ്യാൻ പറ്റും, കേജ് ഗ്രാബും ചെയ്ത് ക്ലിഞ്ച് വർക്ക് ചെയ്ത്. അപ്പൊ എനിക്ക് തോന്നുന്നല്ലേ റെഫറി UFC സെറ്റ് ചെയ്യോട്ടാ, ക്ലിഞ്ച് വരുമ്പോ ബ്രേക്ക് ചെയ്യാൻ റെഫറിനെ സെറ്റ് ചെയ്ത് ഈ അടുത്ത് നല്ലോണം കൂടിയിട്ടുണ്ട്. അഡ്വാൻസ് ചെയ്യണില്ല, പൊസിഷൻ അഡ്വാൻസ് ചെയ്യണമെങ്കിൽ അതൊക്കെ ചെറിയ തിരുമുറി. അല്ല അത് UFC മാനിപ്പുലേഷൻ അല്ല, റെഫറിനെ അസൈൻ ചെയ്യുമ്പോൾ അറിയാം ഈ റെഫറി ഇങ്ങനെയാണ്, ഇവൻ ക്ലിഞ്ച് ബ്രേക്ക് ചെയ്യും. ചില റെഫറിമാരുണ്ട് മാർഗാർബോർഡാണ് മാർഗാർബോർഡ് പിന്നെ ചെയ്യുന്നു. ചെയ്തൊരു റെഫറി ഉണ്ട് എന്ത് ചെയ്താലും ജെയ്സൺ പറഞ്ഞോന്നു എന്ത് ചെയ്താലും വിളിച്ചില്ല. നിങ്ങൾ അനങ്ങാണ്ട് ഇങ്ങനെ ജോറോഗനെ ഇഷ്ടപ്പെടുന്ന പോലെ ജോറോഗൻ പറയും താഴെ ഇരുന്ന അനങ്ങാണ്ട് സ്റ്റാച്ചു ഇട്ടാലും എണീപ്പിക്കരുത്. അതേപോലെ എണീപ്പിക്കാത്ത കഷ്ടപ്പെട്ടു ഒന്ന് കൈയും കാലൊക്കെ പിടിച്ചൊന്നപ്പോഴേക്കും തന്നെ പിടിപ്പിച്ചത്. ഏറ്റവും വലിയ വൃത്തിയോടെ ഡേമിമായ കാഫരിക്കാൻ ആളുകൾ ഒരു പാത്ത് ഓഫീസർ അതാണ്. വേറൊരു രീതിയിൽ ഡേമിയ ജയിക്കൂല. എന്നിട്ട് അവിടെ എത്തി ഒരു പൊസിഷൻ കിട്ടിയപ്പോ ഡേമിമായ മറ്റേ ഉള്ളിൽ ഉണ്ടാവും. നാണമില്ലടാ, അന്തസ് പറഞ്ഞോടാ, അന്തസ്. ഇത്ര നേരം കഷ്ടപ്പെട്ട് നിനക്ക് കഴിവുണ്ടോടാ, അതിന് 4 പേര് അറിയുമോന്നൊക്കെ ചോദിച്ചോടാ അവിടെ. അപ്പൊ ഗൈസ് പിന്നെ ഞങ്ങൾ പറയാനുള്ള അടുത്തൊരു ബിഗ് ഫൈറ്റ് ചെയ്തത് ഗെയിൻ വീസസ് ആസ്പിന. അപ്പൊ നിങ്ങൾക്ക് ഈ ചാനൽ കണ്ടാൽ അറിയാൻ പറ്റും ഞാൻ ജോൺ ജോൺസ് ഫാനാണ്. അപ്പൊ ഞാൻ ടോം ആസ്പിനാളിനെതിരെ സംസാരിക്കോളൂ നിങ്ങൾ വിചാരിക്കോളൂ, നിങ്ങൾ വിചാരിച്ച കറക്റ്റാണ്. അപ്പൊ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഫൈറ്റ് കൈരപ്പിക്കും. കാരണം എന്താ വെച്ചാൽ കൂടുതൽ ജയിക്കാൻ ചാൻസ് ടോമാണെന്ന് എനിക്കറിയാം. പക്ഷെ നിങ്ങൾ നോക്കിക്കോ, ഒരു സർപ്രൈസ് ഇതിനകത്ത് പെടും. നിങ്ങൾ നോക്കിക്കോന്ന്. അത് മാത്രമല്ല അലമ്പൊരു സാധനം ഞാൻ പറഞ്ഞുതരാം, എങ്ങാനും ടോം ആസ്പിനാൾ തോറ്റ പിന്നെ ഇത്രയും നാള് ജോണിനെ ചാലഞ്ച് ചെയ്തവന്മാരൊക്കെ ഒരുമാതിരി എന്ത് കിടില്ല മൂഞ്ചലായി കൊല്ലേ മൂഞ്ചാൻ പോണ ജോൺ ഹേറ്റേഴ്സ് എന്ത് പറയല്ലേ. മൂലക്കിരുന്ന് മൂഞ്ചും. മറ്റേ ചെക്ക് മേറ്റ് കൊടുത്ത പോലെ ഇപ്പൊ ഒന്നും പറയാനല്ലോ. ടോം ജയിക്കാൻ ചാൻസ് ഉള്ളു, ഞാനിപ്പോഴും പറഞ്ഞില്ല. പക്ഷെ എല്ലാവരും ടോം ജയിക്കാൻ എങ്ങനെ ടേക്ക് ഡൗൺ ഈ സിറിഗൈൻ ഈ കുറച്ചാളുമ്പോൾ ഒരു വീഡിയോ ഉണ്ടാവും. ഒരു വലിയ ഹെവി ഇമോവായിട്ടുള്ള സ്പാറിംഗ് അല്ല ടാമ്പറാണ് 2 കൊല്ലം മുമ്പത്തെ ഒരു ഹെവി ഗെയിൻ്റെ പേര് നേറി നോക്കിക്കോ. ഒരു 350 പൗണ്ടുള്ള ഗൊറില്ലേനെ പോയിരിക്കണ ഒരു ആളാ വന്ന് സ്പാർ ചെയ്യണടാ. എൻ്റെ പോന്നെ അയാളുടെ ടേക്ക് ഡൗൺ ഡിഫൻസ്. അപ്പം ഗെയിനാണ് ടോം ആസ്പിനാണ് പ്യുവർ ബെറ്റർ കിക്ക് ബോക്സർ എന്ന് പറഞ്ഞേ. കുറച്ചും കൂടി കാണാൻ ഗെയിനാണ് കംപ്ലീറ്റ് കിക്ക് ബോക്സർ, ടോം ആസ്പിനാണ് ബെറ്റർ ബോക്സർ, മോസ്റ്റ് ഡേഞ്ചറസ് ബോക്സർ. ഫാസ്റ്റ് സ്പീഡ് ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ രണ്ടുപേരും സ്ലോ അല്ല, മനസ്സിലായി. ഗെയിനാണ് എല്ലാരെയും സ്പീഡ് ഗെയിനാണ്. പക്ഷെ ഇപ്പൊ എംബാപ്പയും ജോർഡി ആൽബയും പണ്ടത് കമ്പയർ ചെയ്യണ പോലെ എംബാപ്പേനെ ജോർഡി ആൽബ FIFA 2000 ജോർഡി ആൽബ പിടിക്കുമെന്ന് തോന്നുന്നു. പിന്നെ ഡാനിയൽസ് എംബാപ്പനെ പിടിക്കുന്നില്ല. അതേപോലത്തെ 2 പേരും ആ സ്പീഡാണ്. അവരുടെ ഒരു ബാഡ് ഡേയില് മറ്റേ കിട്ടും. പക്ഷേ ഇവർ 2 പേരും സ്പീഡിന്റെ കാര്യത്തിൽ ബാക്കി എല്ലാവർക്കും എബവ് റിലംസിൽ സംസാരിക്കുന്ന ആൾക്കാരുടെ ഹെവി വെയിറ്റ്. അപ്പൊ അടിപൊളിയായിരിക്കും. പക്ഷെ ടോമിന്റെ ഭാഗത്തൊരു വിക്ടറി എല്ലാവർക്കും അറിയാം ടേക്ക് ഡൗൺ തന്നെയാണ്, അല്ലെങ്കിൽ ഒരു സ്റ്റൺ KO. പവർ കൂടുതൽ ടോം ആയിരിക്കും. ഓൾവേസ് ടോം ഹാസ് 1 ഷോട്ട് പവർ ഇൻ ഹെവി വെയിറ്റ്. പിന്നെ ഇപ്പൊ ഹെവി വെയിറ്റ്സ് ആര് ലാൻഡ് ചെയ്താലും വീഴുന്ന് പറയണത് ഉണ്ട്. പക്ഷെ ടോം ലാൻഡ് ചെയ്യണത് കുറച്ചും കൂടി ഡബിൾ. പക്ഷേ ഞാൻ പറയട്ടാ, ഈ ഫൈറ്റ് 5 റൗണ്ട് ഡിസിഷൻ ആണെങ്കിൽ ഗെയിൻ അല്ലേ ചാൻസ് ഉള്ളി. അത് ഞാൻ ആലോചിക്കണ്ട. കാരണം ടോമിന്റെ കാർഡിയോ അൺടെസ്റ്റഡ് ആണ്. ഗെയിൻ 5 റൗണ്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ് എങ്കാനും ഒക്കെ ആയിട്ട്.
അപ്പൊ അത് മാത്രമല്ല 5 റൗണ്ട് എന്ന ഗെയിം ജയിക്കാൻ ചാൻസ് ഉള്ളി, ഡിസിഷൻ ജയിക്കാൻ 5 റൗണ്ട് ഡിസിഷൻ ആയിക്കോല്ല, ഗെയിം ജയിക്കാൻ ചാൻസ് ഉള്ളി. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. അധികം ഒന്നും ചെയ്യാനില്ല. ഇത് ടോമി ജയിക്കണമെങ്കിൽ റസൽ അല്ലെങ്കിൽ 1 ഷോട്ട് പവർ കെയോ, ഇത് മാത്രമാണ് ടോമിന്റെ വിന്ന്. ഗെയിനാണെങ്കിൽ എനിക്ക് നല്ല ഗെയിം കെയോ ചെയ്യുന്നു. പിന്നെ ടോമാസ് പിന്നോട് 3ാമത്തെ റൗണ്ടിലും 4ാമത്തെ റൗണ്ടിലും നമ്മൾ പറഞ്ഞ പോലെ ഫാസ്റ്റ് വിച്ച് മസ്റ്റ് ഫൈബർ ഉള്ളവന് കാർഡിയോ വീക്കാണ്. ഹെവി വെയ്റ്റ്സിന് 70%, ഹെവി വെയ്റ്റ്സിന് ഓൾറെഡി കാർഡിയോ വീക്കാണ്. ഇത് രണ്ടും കൂട്ടുമ്പോൾ ടോമിന്റെ കാർഡിയോ വീക്ക് ആവാനാണ് 90% ചാൻസ്. ടോം കാർഡിയോ അലമ്പാണ്. 3rd ഉം 4th റൗണ്ടിൽ ടോം എങ്കാനും CP വണ്ണിൽ കണ്ട ഓർമ്മയുണ്ട? എങ്കാനും അവസാനം എൻ്റെ ടോക്കനെ പോലെ കുറച്ച്. അപ്പോൾ അതേപോലെ കിതച്ച് കഴിഞ്ഞാൽ എല്ലാ ടോമാസ് പിന്നോൾ ഫാൻസിൻ്റെ മുഖവും തിരിയും. ഞാൻ ചുറ്ററി പോയി 150 രൂപയ്ക്ക് പേഴ്സൺ എടുക്കും. അത് വേറെ കഥ. അത് കുറച്ച് സ്റ്റോറി ഉണ്ട്, ബുക്ക് മാർക്ക് വെച്ചിട്ടുണ്ട് കുറെ. അങ്ങനെ വന്നാൽ 3rd 4th റൗണ്ടിൽ ഇല്ലേ, ഞാൻ പറഞ്ഞിട്ടില്ലേ കാർഡിയോ ഇല്ലാണ്ട് 4ാമത്തെ റൗണ്ടിൽ എല്ലാ വീശലും മാറി ടേക്ക് ഡൗൺ എത്തി 2 സ്റ്റഫ് ചെയ്ത് കഴിഞ്ഞാൽ ഗെയിം ഡേഞ്ചറസ് അപ്പോണൻ്റാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോഴും ജോൺസ് കഴിഞ്ഞാൽ ഏറ്റവും ഡേഞ്ചറസ് അപ്പോണൻ്റ് ഇവനാണ്. പിന്നെ അൾമീയുടെ ഒരു ഡാർക്ക് ഹോഴ്സ് ആണ്, എന്താവും കണ്ടറിയാം. അന്ന് ഫൈറ്റ് ഉണ്ട് വേറെ സംഭവം. ഈ ഗാൻ എന്തിനാ ടൈറ്റിൽ ഷോട്ട് കൊടുത്ത്? ആരും ഇല്ലടാ. അല്ല ഗാൻ റോബർട്ട് അല്ലേ ബിഗ്ഗസ്റ്റ്. എടാ അങ്ങനെയൊക്കെ നോക്ക ആൾക്കാര് ഡാന ഇപ്പൊ ലോജിക് വേറെ ആരും ഇല്ലല്ലേ. അത് മാത്രമല്ല ഹെവി വെയിറ്റ് ആണ് ഏറ്റവും മെയിൻ കുറഞ്ഞ ഡിവിഷൻ. പിന്നെ വേസ്റ്റ് ഡിവിഷനിൽ മെയിൽ UFC ഏതിന് കൊടുക്കും? ലൈറ്റ് വെയിറ്റാ. വേസ്റ്റ് സ്കിൽഡ് വെയ്റ്റ്സിന് UFC 2 തന്നെ ലൈറ്റ് വെയിറ്റും ആണ് ഇപ്പോൾ കറന്റ്. വെയിറ്റ് ഓൾവേസ് ലൈറ്റ് സ്കിൽഡ് ആണ്. കാരണം 155 ഒക്കെ വേറെ ലെവലാണ്. ലോവർ പോകുന്നവർ സ്കില്ല് കൂടും ഗൈസ്. നിങ്ങൾ 125 പൗണ്ട്സിന്റെ കൈറ്റ് എടുത്ത് നോക്കി നിങ്ങൾക്ക് വിശ്വസിക്കാം. ചില സമയത്ത് വിശ്വസിക്കാൻ പറ്റാറുണ്ടോ? അല്ല കഴിഞ്ഞ ആഴ്ച ഒരു ഫൈറ്റ് ഉണ്ടായിരുന്നു മറ്റേ അല്ലേ? അതൊക്കെ കൊടുക്കട്ടെ. ഇലിയുടെ ഒരു കാര്യം ഒന്ന് വേഗം പറഞ്ഞിട്ട് തീർത്തേക്കാം. ഇലിയ പറഞ്ഞ് ഞാൻ ഷാറൂഖിനെ ഫൈറ്റ് ചെയ്യില്ല. പക്ഷെ എല്ലാരും ചാടിക്കൊരു സ്റ്റാറ്റസ് ഇട്ട് ഇലിയ എന്താ പറഞ്ഞെന്നറിയോ? ഷാറൂഖ് ഒരു ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ തന്നെ ഫൈറ്റ് ചെയ്യുന്നാണ്. പക്ഷേ ഇസ്ലാം ഫാൻസ് അങ്ങാട് ഓടി എന്ന് പറഞ്ഞില്ലേ ഗൈസ്. ഷാറൂഖ് 5000 അന്ന് ചിക്കൻ 2.5 കിലോ ചിക്കൻ വറുത്തടിച്ചിട്ട് പിത്തം കയറിയിട്ട് വെയിറ്റ് കെട്ടിയാണ്ട് മിസ് ചെയ്ത്, അല്ലെങ്കിൽ നീനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി കുനിഞ്ഞിരുന്ന് ഇറങ്ങിയപ്പോഴേക്കും നടുവൊടിഞ്ഞ്. ഏതോ 2 കാരണത്തിലൊന്ന്. ആ തെറ്റ് ചെയ്തവൻ അതിന് വേണ്ടി ഒരു ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഫൈറ്റ് ചെയ്യുന്ന പറഞ്ഞ, അല്ലാണ്ട് ഒരിക്കലും ഫൈറ്റ് ചെയ്യുന്ന പറഞ്ഞില്ല. അതുമാത്രമല്ല ഷാറൂഖിന് ഇവിടെ മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഗാംറോട്ട് എന്ന് പറഞ്ഞൊരു പണിഷ്മെന്റ് ഫൈറ്റാണ്, റിവെഞ്ച് എടുക്കാനുള്ള ഫൈറ്റാണ്. ഗാംറോട്ട് കൊടുത്ത് തന്നെ ആ ഫൈറ്റ് എടുക്കണം. അത് തള്ളിയിട്ട് എനിക്ക് ഫൈറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞ് എന്നെ ഞാനാണ് ഇങ്ങടെ ഒന്നേരം ചകൾ അടിച്ചാൽ വിടും. എന്താണ് ഷാറൂഖ് പറയണ? ഒരു തെറ്റ് ചെയ്തിറങ്ങാനുള്ള ശിക്ഷ ഏറ്റെടുക്കണം. മനസ്സിലായി. പക്ഷേ ഇപ്പൊ ഇസ്ലാം ഫാൻസിന് വേറൊരു സാധനം കൂടി ഉണ്ടല്ലോ. ഇപ്പൊ പൊളി ഉണ്ടല്ലോ ഓൾറെഡി ഇലിയൊക്കെ ഇട്ട്. അപ്പൊ പിന്നെ ആ പൊളി വെറുതെ ഇതിലോട്ട് കൺവെർട്ട് ചെയ്യാനാണ്. പക്ഷെ എന്നാലും ഇലിയ പറഞ്ഞ് ഒരു ഫൈറ്റ് ചെയ്താൽ ചെയ്യാന്ന്. പക്ഷെ അതാരും പറഞ്ഞില്ല. അതെനിക്ക് ഇലി ഇപ്പൊ പറയണ സീൻ കേട്ടോ. ഞാൻ മറ്റേ നെൽക്ക് ബോയ്സിൽ കേട്ടതാണ് ബോക്സിംഗ് പോകണമെന്ന്. ഇനി UFC ഇപ്പൊ ഫൈറ്റ് ചെയ്യണില്ല അടുത്തത്. അതൊക്കെ വെറുതെ. അടുത്ത ഫൈറ്റ് എന്തായാലും ചെയ്യും പുള്ളി. ഉള്ളിൽ ആഗ്രഹം അതാണ്. എടാ അത് ഇനി UFC സമ്മതിക്കൂല. കാരണം ഓണമഗ്രേക്കർ അങ്ങനെ നശിച്ചു എന്ന് UFCക്ക് അറിയാം. എനിക്ക് തോന്നുന്നില്ല ഡാന. കാരണം ഒരു അനുഭവം ഉണ്ട്. ബോക്സിംഗിൽ പോയി അവൻ ജയിച്ച് ഞാൻ തോറ്റ്. ബോക്സിംഗിൽ മറ്റേ അറിയാൻ പാടാത്ത ചാമ്പ്യന്മാരെയൊന്നും അല്ല വിളിച്ചത്. അവിടെ പോയി തോക്കാനേ പോകണുള്ളൂ. ഉറപ്പാണ് 100% തോക്കും. പക്ഷെ തോറ്റ് കഴിഞ്ഞാലും കോണമകനെ കരയാവുന്നതുകൊണ്ട് ഞാൻ അനുഭവം ഉണ്ട്. പക്ഷെ ഈ എല്ലാ ഫാൻസും ഒരുമിച്ച് പറയും പോകരുത് പോകല്ലേട്ടാ. കാരണം നമുക്ക് അറിയത് എന്താ അവസാനിക്കണം. 100 മില്യൺ കിട്ടും, പിന്നെ വരില്ല. ഇറിയൻ ഷാറൂഖിനും ഫൈറ്റൊക്കെ എനിക്ക് അനലൈസ് ചെയ്ത് കുറെ പറയണ്ട. പിന്നെ വേറെ ബ്രേക്ക് ഡൗൺ സ്പെഷ്യലി ചെയ്യാം. പാടുള്ള ഫൈറ്റ് ചെയ്ത് ചുമ്മയിക്കും. അത് പറഞ്ഞു. പിന്നെ അടുത്ത അലക്സിന്റെ അടിയിലെ ഫൈറ്റിലാണ് ഫൈനലി കോറി സാൻഹേഗന് ടൈറ്റിൽ ഷോട്ട് കിട്ടുന്നതാണ് മെറാബായിട്ട്. അതൊരു അതില്ലേ ഞാൻ ആ ഫൈറ്റിനെ പറ്റി എനിക്ക് 2 കാര്യം പറയാനുണ്ട്. കിച്ചനെ അറിയാൻ പറ്റും ഞാൻ ഈ പറയാൻ പോണ കാര്യത്തിനെ പറ്റി. കാലാണ് അത് നിസ്സാരമാണോ? ഒരു കാര്യം പറയട്ടെ. മെരാബ് കാല് ലിഗമെന്റ് പറഞ്ഞു പോയാലും ഞാൻ പറയാൻ പോണ കാര്യം എന്താണെന്ന് അതാ പറയാൻ പറയട്ടെ. ഈ സംഭവം ഞാൻ പറയാൻ പോണെന്ന് വെച്ചാൽ കഴിഞ്ഞ കോറി സാൻഹേഗന്റെ 2-3 ഫൈറ്റിലില്ലേ TJ ഡിലഷോനെയും ഡേവിഡ്സൺ ഫിഗറോടെയും കാല് ലിഗമെന്റ് ടയറായി പറഞ്ഞതെന്ന് പറിച്ചോട്ടെ ഗൈസ്. ലൈവായിട്ട് പറിക്കാൻ പോണേണ്ട. ഇങ്ങനെയാണ് വേണ്ട. ഇതിന്റെ കടി കൂടി ഇപ്പോഴാണ് ഗൈസ്. അപ്പൊ ലിഗമെന്റ് പറഞ്ഞു പോയി. അപ്പൊ ഇതിന്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് BJJ മാസ്റ്റേഴ്സ് ആയ റയൻ ഹാള്
റയൻ ഹാളാണ് ഇവൻ്റെ കൂടെ ട്രെയിൻ ചെയ്യണ. കുറച്ച് നാളായി ഇവർ തമ്മിൽ ലിങ്കപ്പ് തുടങ്ങിയിട്ട്. ഈ ഒരു ലെഗ് സിസ്റ്റത്തിൻ്റെ ന്യൂ ഡെവലപ്മെൻറ്റോട്ട് കയറി കഴിഞ്ഞില്ലേ, ആ ലോക്കിൽ നിന്ന് റിലീസാവാൻ അറിയില്ല, അല്ലെങ്കിൽ എന്താണ് അവർ ചെയ്യണമെന്ന് അറിയാത്ത ഒരുത്തരാണ് പെടണമെങ്കിലേ 50% ചാൻസ് ഉണ്ട്. ഒന്ന് നീ രക്ഷപ്പെടാം, അല്ലെങ്കിൽ നിൻ്റെ ലിഗമെൻ്റ് ഡയറായി പോകും. ഞാൻ ഒന്നുകൂടി പറഞ്ഞാണ്, ആ ലോക്കിലോട്ട് കാലിലോട്ട് പോയി കഴിഞ്ഞാൽ 2 ചാൻസേ ഉള്ളൂ. ഒന്ന് നീ രക്ഷപ്പെടാം, അല്ലെങ്കിൽ നിൻ്റെ ലിഗമെൻ്റ് ഡയറാവും. ഈ മെരാബ് എന്ന് പറഞ്ഞവൻ ലിഗമെൻ്റ് ഡയറായാലും എണീക്കും, ഒന്നും കൂടി കോറിയിട്ട് ഒന്നും കൂടി ഡയറാക്കും, ഒന്നും കൂടി എണീക്കും. പക്ഷേ അവസാനം കാല് നടക്കാൻ പറ്റാണ്ട് റെഫറി സ്റ്റോപ്പ് ചെയ്തോളെ. അതിനുള്ളൊരു ചാൻസ് ഉണ്ട്. മെരാബ് ജയിക്കാനാണ് ചാൻസ് കൂടുതൽ. പക്ഷേ ഈ കോറിയുടെ ലെഗ് ലോക്കിനെ പറ്റി നിങ്ങൾ ജോറോഗൻ്റെ പോഡ്കാസ്റ്റ് കോറി സായനെ ഒന്നുകൂടി കണ്ടാൽ നിങ്ങൾക്ക് ഇതിൽ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞ കാരണം മനസ്സിലാവും. ഞാൻ അതിനുള്ള ആർഗ്യുമെൻറ്റ് ഇവിടെ ഇപ്പോഴേ എഴുതി വെച്ചേക്കാണ്. മെരാബ് ലെഗ് ലോക്കിൽ പെടാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഈ മെറാബിന്റെ ലിഗമെന്റ് കോറിയുടെ ലിഗമെന്റിൽ സ്ട്രോങ്ങർ ആയിരിക്കില്ലേ? പക്ഷെ എന്ത് കുറെ നേരം ലെഗ് ലോക്ക് പറിച്ചാൽ പൊട്ടിപ്പോ. പക്ഷെ ശോകമായിട്ട് കഴിപ്പോ അവസാനം മറ്റേ അല്ല കോറി. പക്ഷെ നിലത്ത് വെറുതെ സബ്മിറ്റ് ചെയ്ത് കിടക്കൂലല്ലോ. എല്ലാം മറ്റാക്കി ഗാഡി വീണാലും 5.25 മിനിറ്റില് ലാസ്റ്റ് സെക്കൻഡ് വരെ ഗീവപ്പ് ചെയ്യാത്ത ഒരു ഫൈറ്ററാണ് മെരാബിന്. ഗീവപ്പ് എന്ന സംഭവം ഇല്ല. രണ്ടുപേരും കോറിയുടെ മറ്റേ പോഡ്കാസ്റ്റ് ഇപ്പൊ എടുത്ത് ഇറങ്ങി ഒന്ന് കണ്ടു കഴിഞ്ഞാൽ കോറിയുടെ മൈൻഡ് സെറ്റ് മനസ്സിലാവും. ജോറോഗന്റെ പോഡ്കാസ്റ്റ് കോറി സായനകൻ ജോറോഗൻ ലേറ്റസ്റ്റ് പോഡ്കാസ്റ്റ് യൂട്യൂബിൽ അടിക്കുക 2 മണിക്കൂർ ഇരുന്ന് കാണുക. കോറിയുടെ ഞാൻ ഈ പറഞ്ഞ ലെഗ് ലോക്കിന്റെ കാര്യമൊക്കെ ഡീറ്റെയിൽ എക്സ്പ്രഷൻ അതിനകത്ത് കിടപ്പണതിനകത്ത് മനസ്സിലാവും. അപ്പൊ മെരാബ് പിന്നെ മെരാബ് ജയിക്കാൻ എല്ലാവർക്കും അറിയാലോ. മെരാബ് ജയിക്കാൻ ഓവർ കാർഡിയോ, ഓവർ റെസ്ലിംഗ്, ടോണ്ടിങ്, ഇപ്പൊ ഫിനിഷിംഗും തുടങ്ങി. ഫിനിഷിങ്. പക്ഷേ പേരിലടത്ത് ചോക്കിന്റെ കോറി BJJ ബെറ്റർ, പ്യുവർ BJJ ബെറ്റർ ദാൻ മെരാബാണ് കോറി. പക്ഷെ കോറിനേലും ബെറ്റർ റെസ്ലർ വിത്ത് അൺലിമിറ്റഡ് കാർഡിയോ ആണ് മെരാബ്. സ്ട്രൈക്കിങ് ക്ലീനർ കോറിയാണ്. കോറിയുടെ സ്ട്രൈക്കിങ് മറ്റേ കൺഫ്യൂസിങ് ആണ്. പക്ഷെ മെരാബ് നോൺ സ്റ്റോപ്പ് അൺഓർത്തഡോക്സ് ബ്രൂട്ട് ഫോഴ്സ് കാർഡിയോ ഇല്ലാണ്ട് വരുമ്പില്ലേ ഗൈസ്, എത്ര സ്കില്ല് കുറവാണെങ്കിലും അതൊക്കെ അങ്ങോട്ട് കവറപ്പാവും. കാരണം 4th റൗണ്ടിൽ ഫസ്റ്റ് റൗണ്ട് കാർഡിയോട് എടുത്താൽ ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ MMA ആത്തിയണല്ല. പക്ഷെ എന്നാലും സാൻഹേഗൻ ഉമർ ഫൈറ്റില് അത്യാവശ്യം റെസ്ലിംഗ് ഹാൻഡിൽ ചെയ്ത് എടാ. പക്ഷെ ഒരിക്കലും സാൻഡേഗൻ മെരാബിനെ പോലെ 4th റൗണ്ട് നിർത്താണ്ട് വരൂല. ഞാൻ ആലോചിച്ചു നോക്കിയാൽ മെരാബ് നിർത്തണില്ല. പിന്നെ മെരാബ് ഗ്രാപ്ലിങ്ങിൽ ഡോമിനേറ്റ് ചെയ്യണ്ട. മെരാബ് ടോണ്ടി ഇതൊക്കെയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ബെസ്റ്റ് ടോണ്ടറാണ്. എങ്ങനെ ജഡ്ജസ് കൺഫ്യൂസിംഗ് ആണ്. ഈ റൗണ്ട് ആയിരിക്കും കൊടുക്കും മെരാബിനാട്ടോ താഴെട്ടിട്ട് ഇങ്ങനെയാണ് ശരി. ആ റൗണ്ട് മെരാബിനായി. ക്രൗഡും എല്ലാവരും ഉമാറിന്റെ കോച്ചവരെയും പറയും മെരാബിന് ആ റൗണ്ട് എടുക്കുന്നത്. അത് മെരാബിന് കഴിവുണ്ട്. ബി ഫൈറ്റ് എങ്ങനെ പോകുന്നു വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ എനിക്കറിയില്ല. മെരാബിനെ ഫൈറ്റ് ചെയ്യാൻ അറിയാലോ നിങ്ങൾക്ക്. ബ്രൂട്ട് ഫോഴ്സ് അൺലിമിറ്റഡ് കാർഡിയോ, പ്രഷർ എന്തെങ്കിലുമൊക്കെ ചെയ്യും. പ്രഷർ ഫിനിഷ് ഭയങ്കര കുറവാണ്. കോറിയാണെങ്കിൽ ലെഗ് ലോക്കിൽ തോപ്പിക്കാൻ ചാൻസ് ഉണ്ട്. അത്രയും ഞാൻ പറയാനുള്ളൂ. മെരാബ് അൺലിമിറ്റഡ് കാർഡിയോ ഉമാറിന്റെ ഒക്കെ ഫൈറ്റിന്റെ പോലെ തന്നെ നിങ്ങൾക്ക് കാണാം. 3rd റൗണ്ടിലേക്ക് കയറി വന്നിട്ടുണ്ട്. കോംപ്രമൈസ് ആയി. പിന്നെ ക്ലിഞ്ച് പുഷൊക്കെ ഉണ്ടാവും. പക്ഷെ ഞാൻ പറയണത് മെറാബിന് ആ ഒരു ഫ്രീ ഫ്ലോ കിട്ടൂല റെസ്ൽ ചെയ്യാനായിട്ട്. കോറിനെ കുറെ പേര് എഴുതള്ളിട്ടുണ്ട്. പക്ഷെ കോറിയുടെ ഈ പോഡ്കാസ്റ്റും കോറി 2 പേരെ ലിഗമെന്റ് ഇഞ്ചുറി ആക്കിയ കാര്യമൊന്നും ആർക്കും അറിയില്ല. മെരാബിന് ഇത് അറിയാൻ പറ്റും. പക്ഷെ അതിനുള്ള ഡിഫൻസ് ഒന്നും ഡെവലപ്പ് ചെയ്യാനുള്ള ടൈമില്ല. ബി ഫൈറ്റ് മെരാബിന് ജയിക്കാൻ ചാൻസ് ഞാൻ കൊടുക്കുള്ളൂ. പക്ഷെ 55-45 എനിക്ക് പക്ഷെ മെറാബിന് കുറച്ചും കൂടി ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. കാരണം ഈ കോറിയുടെ ആ സാധനം കറക്റ്റ് ആയിട്ട് കിട്ടി എക്സിക്യൂട്ട് ആവണം. 25 മിനിറ്റ് ഉണ്ടല്ലോ, എന്തായാലും താഴെ പോവുകയും ചെയ്യും. അതെ, എന്തായാലും കാല് കിട്ടും. അതാണ് താഴെ പോവും. കാരണം 2 പേര് റെസ്ലിംഗ് ആവശ്യമുള്ളവരാണ്. താഴെ പോവും. മെറാബിനാണ് കൂടുതൽ ആവശ്യമുള്ളത്. അപ്പൊ മെറാബ് തന്നെ എടുത്ത്. പിന്നെ വേറെ ആരും പറയട്ടെ, കോറിയുടെ ലെഗ് ലോക്കിനെ പേടിച്ചോണ്ട് മെരാബ് ടേക്ക് ഡൗൺ ചെയ്യാണ്ടിരിക്കാനും പോണില്ല. പ്യുവർ സ്ട്രൈക്കിംഗ് ആണെങ്കിൽ കോറി ഭയങ്കര ബെറ്റർ ആണ്. ക്ലിനിക്കൽ സ്ട്രൈക്കിംഗ് കോറിയുടെ മറ്റേ ഫ്രാങ്കി മിറിനൊക്കെ ചെയ്തിട്ടുണ്ട്. അതേപോലെയൊക്കെ കൊടുത്ത് കൈവനൊക്കെ ചാൻസ് ഉണ്ട്. ഫ്ലാറ്റ് ഷിഫ് മെരാബ് പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ഭയങ്കര അത്ലറ്റിക് ആണ്. കോറിയുടെ സ്ട്രൈക്കിംഗ് ഒരു രക്ഷയില്ലാത്ത സ്ട്രൈക്കിംഗ് ആണ്. TJ ആയിട്ടുള്ള ഫൈറ്റ് ഉണ്ടാ മനസ്സിലുണ്ട് കോറിയുടെ ലെവൽസ് എന്താന്ന്. കാളി റൗണ്ടറി വിസസ് ജെറി ഭയങ്കര എക്സൈറ്റിംഗ് ഫൈറ്റ് ആണ് ഗൈസ്. പക്ഷെ ഇല്ല, ഞാനൊരു കാര്യം പറയാം, കാളി ഇപ്പൊ പീക്കാണ് ഗൈസ്. ജമാലിനെ ചില സമയത്ത് ചെയ്തേക്കില്ല. ജെറി ഇപ്പോഴും അൺഓർത്തഡോക്സ് ആണ്. ജെറി അടിപൊളിയാണ്, ജമാലിനെ തോപ്പിച്ച്. പക്ഷെ കാളിയുടെ പ്യുവർ മൊയ്ത്തായി ചിലപ്പോൾ അവറക്കില്ല. എനിക്കൊണ്ട് ജെറീനെ ഉറക്കിക്കളയാമെന്ന് തോന്നുന്നു. ജെറി ഇങ്ങനെ ഇടിക്കൊണ്ട് ഇങ്ങനെ വെട്ടിയെടുത്ത് ഇങ്ങനെയൊക്കെ കാളി പോയിട്ട് മനസ്സിലാവില്ലേ കാളിയുടെ അറിയോ? കൊല്ലം കാണുമ്പോ ടിവിയുടെ അവിടെ ഞാൻ പറയും, അയ്യോ വേണ്ട അരുത് ഉണ്ണി എന്ന് പറയും.
CCTV ഫുട്ടേജിലൊക്കെ ഇടിക്കണ പോലത്തെ രീതിയിലൊക്കെ ഇടിക്കണം. ഒരുമാതിരി പേടിപ്പിച്ചോളാം, എനിക്കൊരു പേടിയായി. അപ്പൊ ഇത് നല്ല രീതിക്ക് കേവോ ചാൻസില്ല. എടാ ബ്രൂട്ടലിക്ക് ഇവിടെ സാധാരണ കൂടി നോക്കി ദിങ്ങനെ കൊണ്ട് എനിക്ക് കൊണ്ട് ദിങ്ങനെയൊക്കെ ഓർക്കാൻ ചാൻസ് ഉണ്ട്. ജിറി കാളിനെ തോപ്പിക്കാനും ചാൻസ് എനിക്ക് ഭയങ്കര കുറവായിട്ടാണ് കാണണം. നീ കാണണ്ട ജിറി തോപ്പിക്കാൻ? അയ്യോ യമഹാലും കലിയിലും തന്നെ എന്ത് സീനായിരുന്നല്ലേ. നമുക്ക് എന്തോ അയ്യോ കാലടിച്ചടിച്ചടിച്ച് ഇതിലും കാലടിക്കൂലേ, കാല് പഴിപ്പിച്ചോളയും. ജിരിയാണെങ്കിൽ അതൊന്നും നിർത്തൂല. ഇവിടെ മറ്റേ സാധനം ചവിട്ടുകയും ചെയ്യാം. ജിരിക്കാലപ്പോ ഇത് പൊളിഞ്ഞൊക്കെ പോകും. ഭയങ്കര പണി വേദന എടുക്കണം. ഫൈറ്റ് ആയിക്കോളൂ. നീ ഈ ഫൈറ്റ് യമഹാലായിട്ട് ഫൈറ്റ് കണ്ടപ്പോ തന്നെ എനിക്ക് കാലടിച്ചടിച്ചടിച്ച് മറ്റാണെങ്കിൽ ഒന്നും ചെയ്യാനും പറ്റുന്നില്ല. എന്റെ അഭിപ്രായത്തിലില്ലേ ജിറി ഈ ഫൈറ്റ് ആയിക്കണമെങ്കിൽ ജിറി ലിറ്ററലി പെർഫെക്റ്റ് ആയിക്കണം. ഞാൻ ഒന്നുകൂടെ എഴുതിയിട്ട് പറയാം, ജിറി ഈ ഫൈറ്റ് ഈ പീക്കിലിരിക്കണ കാളിനെ തോപ്പിക്കണമെങ്കിൽ. കാരണം അലക്സ് പെരേരയുടെ ഫൈറ്റിന് ശേഷം വേറെ കോൺഫിഡന്റ് ആയിട്ടാണ് വന്നത്. തോൽവി വിജയമായിട്ട് എടുത്ത് വന്ന ടീമാണ്. അത് പ്രാവർത്തികം നോക്കി പീക്കായ ബെസ്റ്റ് പെർഫോമൻസ് ഓഫ് ഗ്രേറ്റ് ജിറി ഇൻ ഹിസ് ലൈഫ് ആണെങ്കിൽ കാളിനെ ഇപ്പോഴത്തെ കാളിനെ തോപ്പിക്കുക. അത്ര ഞാൻ പറയാനുള്ളൂ. ബാക്കി ഞാൻ കാളി 60-40 കാളി. കലിയില് ആങ്കും തമ്മിൽ ബീഫ് ഉണ്ട്. പോഡ്കാസ്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നല്ലോ. എന്നിട്ട് അങ്ങനെ കുറെ തെളിവുകളില്ലേ. ഒരു കാര്യം ആലോചിക്കണം ഗൈസ്, ഈ മണ്ടൻ കലി പറയണത് ഒക്കെ അലീനയാണ്. ഈ അങ്കലം എന്ന് പറഞ്ഞവൻ ഒരു ഷിറ്റും പറയാൻ ഇന്റർവ്യൂ ഒക്കെ എടുത്ത് നോക്കുമ്പോ മറ്റേ ഫൈറ്റ് ജാനായിട്ട് റോബായി കഴിഞ്ഞിട്ട് ജാൻ വന്നിട്ട് നീ ചെന്ന് പൊക്കാൻ പറയാൻ വേണ്ട. അത്ര ഹമ്പിളാണ്. കുതിരയും വീടും റഷ്യയിലെ ഇതും മാത്രോട് ജീവിക്കുന്ന ഒരുത്തരാണ്. ന്യൂസിലൊന്നും വിട്ട് ചാമ്പ്യൻ ആയെന്നുള്ള വേണ്ടി അത്ര സൈലന്റ് മനുഷ്യനാണ് ഈ ടോക്ക് ഷീറ്റെന്ന്. എടാ കാളി മറ്റേ കൾട്ട് ലീഡർ കാളി, അവൻ ലീഡറാണ്. കാളി റൗണ്ടറി കൾട്ട് ലീഡർ അടിച്ചാൽ നിങ്ങൾക്ക് കുറച്ച് സാധനം അറിയാൻ പറ്റും. അത് ഞാൻ വെറുതെ പറഞ്ഞത്, പിന്നെ പറയാൻ ഡീറ്റെയിൽ ആയിട്ട്. അപ്പൊ കാളി ഈ ഹെയ്റ്റണല്ല. അലി എന്ന് പറഞ്ഞ ലോകത്തെ ഒരു MMA അവന്റെ വീട്ടുകാർക്ക് ഒരു ഇഷ്ടമുള്ള അലീന. ആർക്കും ഇഷ്ടമില്ലാത്ത അലി ഇല്ലേ, റാറ്റ് അലി. അവരാണ് ഈ തെറി പറഞ്ഞ് കാളി മണ്ടാണ്, മറ്റേ പൊട്ടറാണ്, ഇവനും മണ്ടാണ്, ഇവനും പൊട്ടറാന്ന് പറയണ. അങ്കല്ല വെറുതെ. പക്ഷെ കലിയിൽ ചെറിയൊരു ഡ്യൂ വേണമെന്നാണ് എല്ലാരും പറയാറ്. സ്ട്രിക്ലൈനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇമോഷണൽ ആണ്. ദാ ടൈം ഓഫ് ദ മന്തിൽ ചില ആൾക്കാർക്ക് ഇതാവൂല. അതേപോലെ കളി അങ്ങനെ കാരണം അങ്ങനെയാണ് ഒരു അതല്ലേ ഒരു കളിട്ടിലൊക്കെ ഉള്ള ആളല്ലേ. അപ്പൊ എന്തേലോട്ടെ അല്ല. അപ്പൊ ആ ഒരു ഫൈറ്റ് മിക്കവാറും അലക്സിനെ അങ്ക് തോപ്പിക്കും, എന്നിട്ട് കലിയില് ജിറിനെ തോപ്പിക്കും. അപ്പൊ അടുത്ത വേറെ കാര്യം പറയട്ടെ, കലി ജിറിനെ തോപ്പിച്ച അലക്സ് അങ്ങനെ തോപ്പിച്ച റീമാച്ച് ഉറപ്പായിട്ടും. കാരണം അവൻ വെയിറ്ററാണ്. രണ്ടുപേരും ബെസ്റ്റ് പെർഫോമൻസ്. ഞാനും എല്ലാവർക്കും ലൈവ് സ്ട്രീമൊക്കെ വരെയും ചെയ്യും. അപ്പൊ ഞാൻ കാര്യം പറയും, UFC ഇന്ന് ഡിമ്മായി. പക്ഷെ ഈയിടെ അവൻ മാക്സ് കെയോ ചെയ്തതിന് ശേഷം ഉണ്ടായിരുന്ന ഒരു പതനം, പിന്നെ ഡസ്റ്റിൻ പോറിയറിന്റെ ഇതും ഇപ്പൊ UFC തിരിച്ചാ ലെവലിലോട്ട് പീക്കിലോട്ട് കയറിക്കൊണ്ടിരിക്കണേ. ഇവ റൈസിങ് ആണ്. ഒന്ന് ചെറുതായിട്ടൊന്നും ഇങ്ങനെ റൈസിങ് ആണ്. അപ്പൊ ഇത്രയും നേരം നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ച് ഞങ്ങൾക്ക് വേണ്ടി ലൈക്ക് ചെയ്യിക്കാൻ ഇത്ര നേരം കണ്ടിട്ട് ഇത്ര നല്ല കമന്റ് എത്താൻ നിങ്ങൾ ഇത്ര നേരം കണ്ടിരിക്കണമെങ്കിൽ ഒരു ഇങ്ങനത്തെ കമന്റ് എങ്കിലും ഇടുക. അല്ലെങ്കിൽ കിച്ചന് വേണ്ടി ഇങ്ങനത്തെ 2 കമന്റ്, അല്ലെങ്കിൽ മെസ്സിക്ക് വേണ്ടി ഇങ്ങനത്തെ കമന്റ്, റൊണാൾഡോക്ക് വേണ്ടി ഇങ്ങനത്തെ കമന്റ്, എന്തെങ്കിലുമൊക്കെ നിങ്ങൾ നിങ്ങൾ പ്ലീസ് കമന്റ് ചെയ്യ്, ലൈക്ക് ചെയ്യ്, ഷെയർ ചെയ്യ്. ഒരാളല്ല. പിന്നെ മറ്റേ ഹംസത്ത് തോറ്റ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് കമന്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? ബസ്കട്ട് ചെയ്യുമെന്നായിരുന്നു. ബസ്കട്ട് മറ്റേ 0 മുടി മൊത്തം മറ്റേ മുട്ട പോലെ ഇരിക്കും. വേണ്ടല്ലേ? ഇതിന്റെ ആൻസർ ഞാൻ Q&A എല്ലാരും ചെയ്തല്ലേ പറയുള്ളൂ. അപ്പൊ പക്ഷെ ഞാൻ ചെയ്യാം, നീ എന്തെങ്കിലും എടുക്കണോ? പക്ഷെ അല്ലെങ്കിൽ വേണ്ട. ഓക്കെ, അതിന്റെ ആൻസർ നമുക്ക് ലൈവിൽ എന്ന് പറയണ്ട. അന്ന് ലൈവില് ഞങ്ങൾ ചിന്തിച്ചിട്ട് പറയാം. അത്രയും ടൈം ഉണ്ടല്ലോ. ഓക്കെ ഗൈസ്. അല്ലെങ്കിൽ കിച്ചനും എന്ത് ചെയ്യാനുള്ള ഒരു ചലഞ്ചിങ് കമന്റ് ചെയ്ത്. കാരണം എപ്പോഴും ഞാൻ ബലിയാടാണ്. ഇവര് കണ്ടിരുന്ന് ചിരിക്കുന്ന കാണി, ഞാൻ ജോക്കർ. അപ്പൊ കിച്ചനും എന്തെങ്കിലും തോറ്റു കഴിഞ്ഞാൽ, DDP തോറ്റു കഴിഞ്ഞാൽ കിച്ചൻ എന്തെങ്കിലും ഗോട്ട് പൂച്ച താഴെ ചെമ്മരിയാടിന്റെ അപ്പുറത്തെ ചേച്ചി കെട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവൻ പറഞ്ഞത് വിട്ടേക്ക് ഗൈസ്. ഇത് ഇസ്ലാമാ. അപ്പൊ ഗൈസ്, അപ്പൊ ഞാൻ പറയാൻ പോണതില്ലേ, നിങ്ങൾ ഇത് കാണും, ലൈക്ക്, ഷെയർ ചെയ്യ്. പിന്നെ എന്തായാലും പറയാൻ ഇല്ല, ഉറക്കപ്പിച്ച കണ്ട് മറന്നുപോയി. അടുത്ത ആഴ്ച പറയാം. അപ്പൊ കമന്റ് ചെയ്യ്. കിച്ചൻ തോറ്റ്, DDP തോറ്റ് എന്ത് ചെയ്യണമെന്ന്, ഞാൻ തോറ്റതിന്റെ സംസ്ഥാനത്ത് തോറ്റ് എന്ത് ചെയ്യണമെന്ന് കമന്റ് ചെയ്യ്. ചാവ്.